നമസ്കാരം. 10-ാം ഇടത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. 2025 മാർച്ച് 1 മുതൽ മാർച്ച് 31 വരെയുള്ള ഒരു മാസത്തെ ഫലം 27 നക്ഷത്രങ്ങളും അടങ്ങുന്ന 12 കൂറുകാർക്കും എങ്ങനെയാണ് എന്ന് നോക്കാം. മാർച്ച് 14 വൈകുന്നേരം സൂര്യൻ കുംഭം രാശിയിൽ നിന്ന് മീനം രാശിയിലേക്ക് സഞ്ചരിക്കുന്നു. അതുപോലെ മാർച്ച് 29-ാം തീയതി ശനി കുംഭം രാശിയിൽ നിന്ന് മീനം രാശിയിലേക്ക് പോകുന്നു. ഈ രണ്ട് മാറ്റങ്ങളാണ് ഈ മാസത്തിലുള്ളത്. ആദ്യം മേടക്കൂറ്, അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം മാർച്ച് മാസം ചെലവുകൾ വർദ്ധിച്ചിരിക്കാൻ സാധ്യതയുള്ള ഒരു മാസമായിട്ടാണ് കാണുന്നത്. പ്രധാനമായും ചില പ്രത്യേക യാത്രകൾ ഇവർക്ക് നടത്തേണ്ടി വരും എന്ന് കാണുന്നു. ജോലി സംബന്ധമായോ മറ്റേതെങ്കിലും കനത്ത ഉത്തരവാദിത്വത്തിൻ്റെ ഫലമായോ ഒക്കെ ആയിരിക്കാം യാത്ര ചെയ്യുക. ഔദ്യോഗികമായി ഇവർക്ക് കുറച്ച് അധികമായി മാനസിക പിരിമുറുക്കം ഉണ്ടാക്കിയേക്കാവുന്ന ഒരു മാസം കൂടിയാണ് എന്ന് കാണുന്നു. അത് സർക്കാർ ഉദ്യോഗസ്ഥനായാലും ശരി, അല്ലെങ്കിൽ സർക്കാർ ജോലി ഉള്ള വ്യക്തിയായാലും ശരി, പുരുഷനായാലും സ്ത്രീയായാലും, അതുപോലെ തന്നെ സ്വന്തം ബിസിനസ് നടത്തുന്നവരായാലും ശരി, മറ്റേതെങ്കിലും കൂട്ടു സംരംഭങ്ങളിൽ ഒരുമിച്ച് പോകുന്നവരായാലും ശരി, അവർക്ക് അല്പം പിരിമുറുക്കമുള്ള ഒരു മാസമായിട്ടാണ് കാണുന്നത്. അത് യാത്ര കാണുന്നു കൂടുതലായിട്ട്. അതുപോലെ തന്നെ ഔദ്യോഗിക സംബന്ധമായിട്ടുള്ള യാത്രയും അതിൻ്റേതായ മാനസിക വൈഷമ്യങ്ങളുമൊക്കെ ഉണ്ടാകുമെന്ന് കാണുന്നു. എന്നാലും സാമ്പത്തികത്തിൻ്റെ വരവ് അവർക്ക് വലിയ ദോഷമായിട്ടൊന്നും കാണുന്നില്ല. ചെലവ് അല്പം വർദ്ധിച്ചിരിക്കാം. ഈ മാസത്തിൽ അവർക്ക് പ്രധാനമായും അവരുടെ പിതാവിൻ്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടും ചിലപ്പോൾ ചില യാത്രകൾ നടത്തേണ്ടി വന്നേക്കാം. പിതാവിൻ്റെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ വേണം. പ്രത്യേകിച്ചും മാർച്ച് മാസം പകുതിക്ക് ശേഷം, അതായത് രണ്ടാം പകുതിക്ക് ശേഷം, മാർച്ച് 15-ാം തീയതിക്ക് ശേഷമാണ് കൂടുതലായിട്ട് ആരോഗ്യ പ്രശ്നങ്ങൾ പിതാവിനോ, പ്രത്യേകിച്ച് മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെ പിതാവിനോ, അല്ലെങ്കിൽ ആ നക്ഷത്രത്തിൽപ്പെട്ട ഏകദേശം വാർദ്ധക്യത്തിലെത്തിയവർക്കോ ഒക്കെ ശാരീരികമായ അവശതയോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത്. ഹൃദയം, ഞരമ്പുകൾ, നയനം, അതായത് കണ്ണ്, ഈ ഭാഗങ്ങളിൽ കേന്ദ്രീകരിച്ചായിരിക്കാം പ്രധാനമായും പ്രശ്നങ്ങൾ ഉണ്ടാവുക. നേരത്തെ തന്നെ ഇത്തരം സ്ഥലങ്ങളിൽ പ്രശ്നങ്ങൾ ഉള്ളവർക്ക്, ഇത്തരം ഭാഗങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള അവശത അനുഭവിക്കുന്നവർക്ക് അത് വർദ്ധിക്കാനിടയുണ്ട്. അങ്ങനെയൊന്നുമില്ലാത്തവർക്ക് സാമാന്യമായ ചില പ്രശ്നങ്ങൾ ഈ ഭാഗങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അധികാരികളുമായി ബന്ധപ്പെട്ട് ചില വാക്കുതർക്കങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടായേക്കാം മേടക്കൂറിന്. എന്നാൽ സാമ്പത്തികമായ ഇവരുടെ വരവിന് ദോഷമൊന്നും കാണുന്നില്ല. കുടുംബത്തിൽ ചില പ്രധാനമായ അഴിച്ചുപണികളൊക്കെ നടത്തുന്നത് കാണാം. ബന്ധങ്ങളിൽ ചില നീക്കുപോക്കുകളൊക്കെ ഉണ്ടാകാം. പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിടത്ത് പറഞ്ഞ് സമാധാനത്തിൻ്റെ പാതയിലൂടെ നീങ്ങാനുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളാനുള്ള സാധ്യതയുണ്ട്. ഒരുമിച്ച് ദമ്പതികൾ യാത്ര ചെയ്യാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഒരുപാട് നാളത്തെ പിണക്കത്തിന് ശേഷം ഒരുമിച്ചിരിക്കുന്നവരും യാത്ര ചെയ്യാനുള്ളൊരു സാധ്യത കാണുന്നു. ചില വാശികൾ, ചില ദുർവാശികൾ, അതൊക്കെ അവസാനിപ്പിച്ച് ആരോടാണോ വാശി കാണിച്ചത് ആ വ്യക്തിയുമായി സമരസപ്പെട്ടു പോകാനുള്ള തീരുമാനങ്ങളൊക്കെ ഉണ്ടാകുന്നു. അത് ചിലപ്പോൾ രക്തബന്ധത്തിൽപ്പെട്ട മക്കളോ പിതാക്കളോ, അല്ലെങ്കിൽ പിതാവിനോടോ മാതാവിനോടോ ഒക്കെ ഏതെങ്കിലും തരത്തിൽ കാർക്കശ്യമോ അഭിപ്രായ വ്യത്യാസങ്ങളോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യത്തിലുണ്ടാകുന്ന വിഷമം മൂലം, കലഹം മൂലമൊക്കെ അകന്നു നിൽക്കുകയോ ചെയ്തിരുന്നവർ ഒരുമിക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. സാമ്പത്തികമായിട്ട് ഞാൻ 3-4 തവണ പറഞ്ഞു, ഇവർക്ക് വലിയ ദോഷങ്ങളില്ല. എന്നാൽ സാമ്പത്തികം അത് എത്ര വരുന്നോ അതിനേക്കാൾ കൂടുതലായിട്ട് ഇവർക്ക് ചിലവുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും തീർത്ഥാടന യാത്രകൾ നടത്തുക, അല്ലെങ്കിൽ മക്കളുടെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിലോ, മക്കൾ വിദേശ പഠനത്തിന് പോകുന്നതിന് ഭാഗമായിട്ടോ, സ്വന്തം ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ടോ, അല്ലെങ്കിൽ പിതാവിൻ്റെ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ടോ ഒക്കെ ഇവർക്കിപ്പോൾ കൂടുതൽ ധനം ഉപയോഗിക്കേണ്ടി വന്നേക്കാം. മേലധികാരികളുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ മാനസികമായ പിരിമുറുക്കം അനുഭവപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ മാസം ഇവർ ശ്രദ്ധിക്കേണ്ടത്, മാസ അവസാനത്തോടു കൂടി ശനി ഏഴര ശനി തുടങ്ങുകയാണ് മേടക്കൂറിന്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിക്കണം. അതുപോലെ സൂര്യൻ 12-ൽ പോയി നിൽക്കുന്നു മാർച്ച് പകുതിക്ക് ശേഷം. പിന്നെ ഒരുപാട് ഗ്രഹങ്ങൾ, അത് ഏകദേശം രാഹു 12-ൽ നിൽക്കുന്നു. അപ്പോൾ ഇതെല്ലാം തന്നെ പാപഗ്രഹങ്ങളുടെ ഒരു സമ്മേളനം അവിടെ നടക്കുന്നുണ്ട്. അവിടെ ആകെ നിൽക്കുന്നത് ശുക്രൻ മാത്രമാണ് ശുഭകരമായി നിൽക്കുന്നത്, ശുക്രനും ബുധനും. ശുക്രൻ്റെ 12-ലെ നില ദാമ്പത്യ വിഷയങ്ങളിൽ ദോഷം ഉണ്ടാക്കും എങ്കിലും ബാക്കി ദോഷങ്ങളൊന്നുമില്ല. പക്ഷേ ഏത് രംഗത്ത് പ്രവർത്തിച്ചാലും ഒടുവിൽ പരിഹാസ്യമായ ഒരവസ്ഥയിൽ എത്തിച്ചേരാനോ ഒറ്റപ്പെടലിൻ്റെ ഒരവസ്ഥയിൽ എത്തിച്ചേരാനോ ഒക്കെ സാധ്യത കാണുന്നുണ്ട് മേടക്കൂറിന്. അതുകൊണ്ട്
സ്വന്തം കർമ്മരംഗത്ത് അങ്ങേയറ്റത്തെ ജാഗ്രതയോടുകൂടി ആരുടെയും മുമ്പിൽ ബലിയാടാവാൻ സാധിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റങ്ങൾ കാണിക്കാതിരിക്കുക. എന്തെങ്കിലും തരത്തിലുള്ള വിഷമങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ കൃത്യമായ പ്രാർത്ഥനയിലൂടെയും മനസ്സിന് ശക്തി കൊടുക്കുന്ന തരത്തിലുള്ള ജപ ഹോമ ധ്യാനാദികളിലൂടെയും അതിനെ അതിജീവിക്കാൻ ശ്രമിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തെ ഉദരസംബന്ധമായ അസുഖം ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നു. മേടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ശാരീരികമായ മറ്റവശതകൾ ഞാൻ പറഞ്ഞു. ഹൃദയം, കണ്ണ്, ഞരമ്പുകൾ ഈ ഭാഗത്തിന് എന്തെങ്കിലും അവശതയുണ്ടാകാം. അതുപോലെ തന്നെ ഇവർക്ക് തലയുമായി ബന്ധപ്പെട്ട് ആവശ്യമില്ലാത്ത തരത്തിലുള്ള ടെൻഷനൊക്കെ മനസ്സിൽ പിടിച്ചു കയറ്റുന്നത് കൊണ്ട് തലവേദന ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാം. മാനസികമായ സംഘർഷങ്ങൾ മൂലം ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധക്കുറവ്, അലസത ഇതൊക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ മാർച്ച് മാസത്തെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 3, 4, 7, 8, 7 ഉച്ചകഴിഞ്ഞ് 8, 9 ഉച്ചവരെ, ശേഷം 14 ഉച്ചകഴിഞ്ഞ് 15, 16, 17, 18, 19 തീയതി ഉച്ചവരെയും, അതിനുശേഷം 24 രാവിലെ മുതൽ ഏകദേശം 10:30 മണി മുതൽ 25, 26 സായാഹ്നം വരെ, 26 സായാഹ്നത്തിന് ശേഷവും 27, 28 ഇവർക്ക് ഗുണമാണ്. പിന്നീട് ഇവർക്ക് ഗുണമുള്ള ദിവസങ്ങൾ 30 സന്ധ്യ കഴിഞ്ഞ് 31 സാമാന്യം ഗുണമുള്ള ദിവസങ്ങളാണ് മേടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം മാർച്ച് മാസത്തിൽ. അടുത്തത് ഇടവക്കൂറാണ്. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ 2ാമത്തെ മുക്കാൽ, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളവും പൊതുവെ ഗുണകരമായിട്ടുള്ള ഒരു മാസമായിട്ടാണ് കാണുന്നത്. തൊഴിൽ മേഖലയിൽ ഇവർക്ക് വലിയ സ്വാധീനം, പോസിറ്റീവായ സ്വാധീനമുണ്ടാകുന്നു. തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ മേലധികാരികളും അതുപോലെ തന്നെ സഹപ്രവർത്തകരും വളരെയധികം പ്രശംസയും അതുപോലെ തന്നെ അനുമോദനങ്ങളും ഇവർക്ക് നൽകുന്നു. കൂടുതൽ മാനസിക ശക്തിയോടുകൂടി കൂടുതൽ തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ മനസ്സർപ്പിച്ചുകൊണ്ട് ജോലി ചെയ്യുവാനുള്ള ഒരു അവസരം ഇവർക്ക് എന്തായാലും ഉണ്ടാകുന്നു. തങ്ങളുടെ ക്രിയാത്മകമായ പ്രവൃത്തികൾ, ബുദ്ധിപരമായ പ്രവൃത്തികൾ അഭിനന്ദിക്കപ്പെടുന്നു എന്നുള്ള അറിവ് ഇവരിൽ ആത്മവിശ്വാസം വളർത്തുന്നു. യാത്ര പൊതുവെ ഗുണകരമായി വരുന്നു. ഈ നക്ഷത്രത്തിൽപ്പെട്ട വിദ്യാർത്ഥിനികൾക്ക് പഠന സംബന്ധമായിട്ട് ഒരുപാട് ഗുണങ്ങളുണ്ടാകുന്നു. ആലസ്യമൊക്കെ വിട്ടുമാറി കുറച്ചുകൂടി ഊർജ്ജസ്വലമായി പ്രവർത്തിക്കാനുള്ള ഒരു മനസാന്നിധ്യം വരുന്നു. തങ്ങൾക്ക് വഴികാട്ടിയായി നിൽക്കുന്നവർ ഈ നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രവർത്തനക്ഷമതയോടുകൂടി പ്രവർത്തിക്കാനുള്ളൊരിട വരുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് വിജയം ഉറപ്പായി മാറുന്നു. പല പ്രവർത്തനങ്ങളിലും സാമ്പത്തികമായിട്ട് ഇവർക്ക് വളരെ നേട്ടം കാണുന്നു. കർമ്മരംഗം വളരെ ശോഭനീയമായതുകൊണ്ട് തന്നെ സാമ്പത്തിക രംഗം കൂടുതൽ തിളക്കമുള്ളതായി മാറുന്നു. പ്രവർത്തനങ്ങളിൽ അങ്ങേയറ്റത്തെ വിശ്വാസ്യതയും മറ്റുള്ളവരുടെ ഇടയിൽ ഇവരെക്കുറിച്ചുള്ള മതിപ്പ് വർദ്ധിക്കാനുമൊക്കെ ഇടയുള്ളതിനാൽ ഭാവിയിൽ ഇവരുടെ കർമ്മരംഗം ഏതാണോ അവിടെ കൂടുതൽ ശക്തമായി വിട്ട് നിലയുറപ്പിക്കാൻ സാധിക്കുന്നതിൻ്റെ ഒരു മാസം കൂടിയാണ് ഇടവക്കൂറിനെ സംബന്ധിച്ചിടത്തോളം മാർച്ച് മാസം. വിദേശ സംബന്ധമായ യാത്ര അനുകൂലമായി വരുന്നു. അവിടുത്തെ പഠനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലും അനുകൂല തീരുമാനമുണ്ടാകുന്നു. ചിലർക്ക് അവിടുത്തെ താമസ സൗകര്യങ്ങളും സ്ഥിരവാസത്തിനുമൊക്കെ ശ്രമിക്കുന്നവർക്ക് കൂടുതൽ അനുകൂലമായ മാറ്റങ്ങളും തീരുമാനങ്ങളും ഉണ്ടാകുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങൾ. ഒന്ന്, വായു സംബന്ധമായ ഉദര സംബന്ധമായ രോഗം ഇവരെ അലട്ടാം. പ്രത്യേകിച്ച് വായു സംബന്ധമായ രോഗം, വായു ക്ഷോഭം ആണ് കൂടുതൽ ഉണ്ടാവുക. ശരീരത്തിൻ്റെ ഏതു ഭാഗത്തും വായുവിന് പ്രവേശിക്കാൻ സാധിക്കുകയും മാനസികമായും ശാരീരികമായും ഒരുപാട് വൈഷമ്യങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യാം. ചിലപ്പോൾ ഹൃദയവേദന ഉണ്ടാകുന്നത് പോലും ഇതിൻ്റെ ഭാഗമായിട്ടാകാം. എന്നാലും ആ നിമിഷങ്ങളിലൊക്കെ വല്ലാതെ പരിഭ്രാന്തമാകുകയും തെറ്റിദ്ധരിക്കപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയൊക്കെ കാണുന്നുണ്ട്. പൊതുവെ സാമ്പത്തിക കാര്യം ഇവർക്ക് വലിയ ദോഷമൊന്നുമില്ലെങ്കിലും ചിലവ് ഇവർക്കും വർദ്ധിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഈ നക്ഷത്രക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് അത് കാണുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ മേഖലയിൽ കൂടുതൽ ശോഭിക്കുവാനായി പ്രത്യേകം ട്രെയിനിങ്ങിന് പോവുക, അതിനു വേണ്ടിയിട്ടുള്ള പരീക്ഷകളിൽ പാസ്സാകാനുള്ള ശ്രമങ്ങൾ നടത്തുക, അഭിമുഖങ്ങളിൽ നന്നായി ഷൈൻ ചെയ്യാനായിട്ട് അഭിമുഖങ്ങൾ നന്നായി ഇവർക്ക് പ്രവർത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് ട്രെയിനിങ് നേടുക തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ വളരെ സജീവമായ ദിവസങ്ങളായിരിക്കും മാർച്ച് മാസത്തിൽ ഇവർ അർപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ പൊതുവെ ഇവരുടെ കർമ്മരംഗം വളരെ ശോഭനീയമായിട്ട് കാണുന്നു. വരുമാനവും വളരെ വർദ്ധിക്കുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ കാലമായി നിലനിന്നിരുന്ന കണ്ടകശനിയാണ് മാർച്ച് മാസം അവസാനത്തോടു കൂടി അവസാനിക്കാൻ പോകുന്നത്. 2.5 വർഷത്തേക്ക് ശനി ഇവർക്ക് വളരെ അനുകൂലമാണ്. മെയ് മാസത്തിൽ വ്യാഴവും മാറുന്നു. അതുപോലെ തന്നെ 11ാം ഭാവത്തിൽ നിന്നിരുന്ന രാഹുവും മെയ് മാസത്തോടു കൂടി ഇവർക്ക് മാറുന്നുണ്ട് 10ലേക്ക്. 10ലെ രാഹു വലിയ ദോഷമൊന്നുമല്ല. കർമ്മരംഗത്ത് ഇവരുടെ വിശേഷിച്ചുള്ള ബുദ്ധി വർദ്ധിപ്പിക്കാൻ സാധിക്കും.
അതുപോലെ തന്നെ വിദേശവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിലും ഇവർക്ക് ഗുണം കാണുന്നുണ്ട്. പൊതുവേ ഇടവക്കൂറിനെ സംബന്ധിച്ചിടത്തോളം മാർച്ച് മാസം നല്ലതാണ്. ഈ വർഷത്തിൻ്റെ തുടക്കം അവസാനത്തോടു കൂടി ഇവർക്ക് ഗുണകരമായി തുടങ്ങുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ പൊതുവെ മാർച്ചും ഇവർക്ക് ഗുണകരമായിട്ട് കാണുന്നു. ദോഷം എന്ന് പറയാവുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഇവരുടെ മുഖം ഇവർ സംരക്ഷിക്കേണ്ടതുണ്ട്. അതുപോലെ വാക്കും വളരെ ശ്രദ്ധിക്കണം. വാഹനം വളരെ സൂക്ഷിച്ചോടിക്കണം. അയൽവക്കക്കാരുമായും തൊട്ടടുത്ത ബന്ധുക്കളുമായിട്ടൊക്കെ പെട്ടെന്ന് കലഹത്തിലേർപ്പെടാനോ ചിലപ്പോൾ അത് ആൾക്കാർ തമ്മിലുള്ള ഒരു കയ്യാങ്കളിയിലോട്ടൊക്കെ എത്താനോ ഉള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വാക്ക് വളരെ സൂക്ഷിക്കുക. ഈ സ്വഭാവം ഈ നക്ഷത്രക്കാർ അവരുടെ വീട്ടിലുമൊക്കെ പ്രകടിപ്പിക്കാൻ സാധ്യതയുണ്ട്. ജോലിസ്ഥലത്തും പ്രകടിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഇവരുടെ കഴിവിനനുസരിച്ച് ഇവർക്ക് മേലധികാരികളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നുമൊക്കെ നല്ല വാക്കുകൾ കേൾക്കാൻ ഇടയുണ്ട് എന്ന്. എന്നാൽ ഇതിൽ അഹങ്കരിക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ വൈകാരികമായ ചില ഇടപെടലുകളിൽ പെട്ടെന്ന് ക്ഷോഭിച്ച് സംസാരിക്കുകയോ ചെയ്യേണ്ടി വന്നാൽ ഇതിന് നേരെ വിപരീതമായി തന്നെ കേൾക്കേണ്ടി വരുമെന്നുള്ള കാര്യവും മറക്കാതെ ഇരിക്കുക. വാക്ക് വളരെ ശ്രദ്ധിക്കണം. അതുപോലെ മുഖവും ശ്രദ്ധിക്കണം. അത് പ്രത്യേകിച്ചും മൂർച്ചയുള്ള വസ്തുക്കളാലോ വളരെ ഷാർപ്പൻഡ് ആയിട്ടുള്ള ആയുധങ്ങളാലോ അതുപോലെ തന്നെ ഭാരമുള്ള വസ്തുക്കളാലോ ഒക്കെ എന്തെങ്കിലുമൊക്കെ അപകട സാധ്യതകൾ മുഖത്ത് വരാൻ സാധ്യതയുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, വാഹനം ഓടിക്കുമ്പോൾ കൃത്യമായും ഹെൽമറ്റ് ധരിച്ചിരിക്കണമെന്ന് ഇവരോട് പറയേണ്ടിയിരിക്കുന്നു. ഈ സമയത്ത് മുഖത്തിനും തലയ്ക്കുമൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള അപകട സാധ്യതകൾ കാണുന്നുണ്ട്. പൊതുവെ ബാക്കി കാര്യങ്ങളിലൊക്കെ തന്നെ ഇവർക്ക് ഗുണമാണ്. സന്താനവുമായി ബന്ധപ്പെട്ട് ചെറിയ ചില അവശതകൾ ഉണ്ടെങ്കിലും വ്യാഴദൃഷ്ടിയാൽ അതൊക്കെ പരിഹരിക്കപ്പെടുമെന്ന് കാണുന്നു. ശാരീരികമായ അവശതയാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, സാമ്പത്തിക നേട്ടം ഉണ്ടാകുമെങ്കിലും അത് ശാരീരികമായ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ മുടക്കേണ്ടി വന്നേക്കാം. ഇടവക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 1, 2, 5, 6, 7 ഉച്ചവരെ. അത് കഴിഞ്ഞാൽ 9-ാം തീയതി ഉച്ച കഴിഞ്ഞ് 10, 11, പിന്നെ 17, 18, 19 ഉച്ച 19, 20, 21 ദിവസവും. അത് കഴിഞ്ഞാൽ പിന്നെ 26 സായാഹ്നത്തിന് ശേഷം 27, 30 സന്ധ്യ വരെയും നല്ലതാണ്. അടുത്തത് മിഥുനക്കൂറാണ്. മിഥുനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം മകയിരത്തിൻ്റെ 2ാമത്തെ അര, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യത്തെ 3/4 ഭാഗം നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളവും കർമ്മരംഗത്ത് ഒരു ചേഞ്ച് ആണ് പ്രധാനമായും വരുന്നത്. അതോടൊപ്പം തന്നെ ഇവർക്ക് കഴിഞ്ഞ കുറേ കാലമായി ഇവരുടെ പ്രവർത്തന മേഖലയിൽ ഉണ്ടായിരുന്ന ചില വൈഭവങ്ങൾക്ക് അത് മെയ് മാസത്തോടു കൂടി മാത്രമേ ഉള്ളൂ ചില കുറവുകൾ വരുന്നതായിട്ട് കാണുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഇവർക്ക് കനത്ത ചില ഉത്തരവാദിത്വങ്ങൾ വരുന്നതായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ചും ഇവർ ചെയ്യുന്ന പ്രവർത്തനത്തിൽ പ്രത്യേകം പുരസ്കാരമോ അഭിനന്ദനമോ ഇവർക്ക് സമൂഹത്തിൽ നിന്നോ അതല്ല എങ്കിൽ ഇവരുടെ തന്നെ പ്രവർത്തന മേഖലയിൽ നിന്നൊക്കെ ലഭിക്കാനിടയുണ്ട്. തങ്ങളുടെ പ്രത്യേകിച്ചും മാർച്ച് പകുതിക്ക് ശേഷമാണ് അത് കൂടുതൽ പ്രകടമായി കാണുന്നത്. അതുപോലെ തന്നെ പ്രവർത്തനങ്ങളിലെ വിജയം മാത്രമല്ല, അംഗീകാരം വർദ്ധിക്കുന്നു, തങ്ങളെക്കുറിച്ചുള്ള മതിപ്പ് വർദ്ധിക്കുന്നു, സാമ്പത്തികമായിട്ട് ഇവർക്ക് ഉന്നമനം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ പ്രവർത്തനങ്ങളിൽ പുതിയ ചില കാഴ്ചപ്പാടുകൾ ഇവർ ഇറക്കുന്നതിനാൽ സ്വാഭാവികമായിട്ടും ഇവരുടെ പ്രവർത്തന മേഖലയിൽ അന്യാദൃശ്യമായ ചില കഴിവുകൾ പ്രദർശിപ്പിക്കാൻ ഇവർക്ക് സാധിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, മാർച്ച് അവസാനത്തോടുകൂടി കർമ്മരംഗത്ത് ഉത്തരവാദിത്വം വർദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കണ്ടകശനി ആണ് 10ലേക്ക് മാർച്ച് 29 തൊട്ട് ഇവർക്ക് ആരംഭിക്കുന്നതെങ്കിലും വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്നതിനാലും തൽക്കാലത്തെ തുടക്കമെന്ന നിലയിൽ ചില കഠിനാധ്വാനത്തിൻ്റെയും അതുപോലെ തന്നെ ഉത്തരവാദിത്വം വർദ്ധിക്കുന്നതിൻ്റെയും ടെൻഷൻ ഇവർക്ക് എന്തായാലും ഉണ്ടാകും. എന്നാൽ ഈ ഒരു മാസം ഇവർക്ക് ഇതിനെയൊക്കെ അതിജീവിക്കാൻ സാധിക്കുകയും ഇവരുടെ തന്നെ വിശേഷ ബുദ്ധി കൊണ്ട് പ്രവർത്തന രംഗത്തെ അതിവിദഗ്ധമായ കഴിവുകൊണ്ടും അതിനെയൊക്കെ അതിജീവിക്കാൻ സാധിക്കും. കാൽപാദങ്ങളിലും അതുപോലെ കാൽമുട്ടുകളിലും സൂര്യപ്രകാശം അധികം കടന്നു ചെല്ലാത്ത ശരീരത്തിൻ്റെ ഭാഗങ്ങളിലുമൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ത്വക്ക് സംബന്ധമായ അസുഖമോ ത്വക്കിന് നിറഭേദമോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. പ്രവർത്തനങ്ങളിൽ ചിലപ്പോൾ ഇവരെക്കുറിച്ച് അമിതമായ ചില പരിഹാസമോ അല്ലെങ്കിൽ വിമർശനങ്ങളോ ഒക്കെ ഉണ്ടാകാനിടയുണ്ട്. വേറിട്ട വഴികളിലൂടെ ഇവർ തങ്ങളുടെ കർമ്മമേഖലയിൽ വ്യാപരിക്കുന്നു എന്നൊക്കെ ചില അപവാദങ്ങൾ കേൾക്കാം. എന്നാലും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് പ്രവർത്തനത്തിൻ്റെ ഒടുവിലത്തെ വിജയം ഇവർക്ക് അനുവദനീയമായ എല്ലാ തരത്തിലുള്ള പരിവേഷവും ഇവരുടെ മേഖലകളിൽ നിന്ന് തന്നെ കിട്ടും എന്നുള്ളതിൻ്റെ കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം, ഇവർക്കും ശാരീരികമായ ചില അവശതകളും അപകട സാധ്യതകളും കാണുന്നുണ്ട്. ഉദാഹരണത്തിന് ഇവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത്, ഈ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് അടുക്കളയിൽ നിന്ന് അഗ്നിയെയും ഇലക്ട്രിസിറ്റിയെയും ഭയക്കണം എന്നുള്ള ഒരവസ്ഥ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ നക്ഷത്രത്തിൽപ്പെട്ട പുരുഷന്മാർ വാഹനം സൂക്ഷിച്ചോടിക്കണമെന്ന് കാണുന്നു. അമിത വേഗതയോ, ഇനി വേഗതയൊക്കെ സാധാരണ നിലയിലായാൽ പോലും ചിലപ്പോൾ മറ്റു വാഹനങ്ങൾ ഇവരിലേക്ക് വന്ന്
ഏതെങ്കിലും തരത്തിലുള്ള അപകട സാധ്യതകളൊക്കെ ഉണ്ടാക്കാൻ ഉള്ള എല്ലാ വഴികളുമൊക്കെ കാണുന്നുണ്ട് ജ്യോതിഷത്തിലെ ഓരോ ഗ്രഹങ്ങളും നിൽക്കുന്നത് വച്ചിട്ട്. അതുകൊണ്ട് അങ്ങേയറ്റം കരുതലോടുകൂടി വാഹനം ഓടിക്കുക, പ്രാർത്ഥനയോടുകൂടി യാത്രകൾ ആരംഭിക്കുക, അങ്ങേയറ്റം കരുതലെടുക്കുക. യാത്രയിൽ എല്ലാ മുൻകരുതലുകളും, പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള എല്ലാ മുൻകരുതലുകളും എടുക്കാതിരിക്കാൻ ഒരിക്കലും മറക്കരുത്. അതുപോലെ തന്നെ വേറെ പ്രധാനപ്പെട്ട കാര്യം, ഇവരെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളുമാണ് ഏതെങ്കിലും തരത്തിലുള്ള വിഷയങ്ങൾക്ക്, അതായത് നെഗറ്റീവായിട്ടുള്ള ആക്രമണങ്ങൾക്ക് ഇരയാകാനുള്ള സാധ്യതയുള്ളത്. പ്രത്യേകിച്ചും തീയ്, ഇലക്ട്രിസിറ്റി, ഭാരമുള്ള വസ്തുക്കൾ, മൂർച്ചയുള്ള വസ്തുക്കൾ, അതുപോലെ തന്നെ ചില കെമിക്കൽസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, അവർക്ക് ത്വക്ക് സംബന്ധമായിട്ടുള്ള നിറഭേദമുണ്ടാകാം, അലർജി അസുഖങ്ങളുണ്ടാകാം, ഇതിനൊക്കെ സാധ്യതയുണ്ട്. ബന്ധങ്ങളിൽ മാതാവുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ചില അവശതകളും പ്രശ്നങ്ങളും കാണുന്നു. ഏറ്റവും അടുപ്പമുള്ള ആൾക്കാരുമായി ചില അകലങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നു. കുടുംബജീവിതത്തിലും പ്രത്യേകിച്ച് ജീവിത പങ്കാളിയുമായിട്ടുള്ള ബന്ധങ്ങളിലും അത്തരം അസ്വാരസ്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. മിഥുനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം മാർച്ച് മാസത്തിലെ പ്രധാനപ്പെട്ട ഗുണം പ്രവർത്തന രംഗത്തിലെ അവരുടെ സവിശേഷത തന്നെയാണ്. സാമ്പത്തികമായിട്ട് അവർക്ക് വലിയ ദോഷമൊന്നും കാണുന്നില്ല. ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുമെങ്കിലും എങ്ങനെയും പണം ഇവരിലേക്ക് എത്തിച്ചേരും. ചിലവുകളും വലിയ തോതിൽ ഇവരെ ബാധിക്കുന്നതായിട്ട് കാണുന്നില്ല. ജോലിയിലെ ടെൻഷനും അതുപോലെ തന്നെ ജോലി സ്ഥലത്തുണ്ടാകാവുന്ന ചില വെല്ലുവിളികളുമാണ് ഈ മാസത്തെയും മിഥുനക്കൂറിൻ്റെ പ്രധാന പ്രശ്നങ്ങൾ. ഇവരെ സംബന്ധിച്ചിടത്തോളം പിതാവിനും മാതാവിനും ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ആവശ്യകതയുണ്ട്. അതുപോലെ തന്നെ ചില പ്ലാൻ ചെയ്തിരുന്ന യാത്രകൾ ചിലപ്പോൾ അടുത്ത മാസത്തേക്ക് മാറ്റിവെക്കേണ്ടി വന്നേക്കാം. ചിലപ്പോൾ ചില കാലിനോ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജോയിൻ ഭാഗത്തോ ഒക്കെ ഉണ്ടാകാവുന്ന ഏതെങ്കിലും വിധത്തിലുള്ള അസ്കിതകൾ, അവശതകൾ ഇവരെ യാത്രയ്ക്കോ ചില പ്രവർത്തനങ്ങൾക്കോ തടസ്സമുണ്ടാക്കിയെന്നും വരാം. അതുകൊണ്ട് എല്ലാം കരുതലോടുകൂടി ചെയ്യുക. പ്രാർത്ഥനയും അതുപോലെ ധ്യാനവും ഒരിക്കലും ഒഴിവാക്കാതിരിക്കുക. ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം, എല്ലാ തരത്തിലുള്ള മുൻകരുതലുകളും ആരോഗ്യ സംബന്ധമായിട്ട് ഇവർ എടുക്കേണ്ടതുണ്ട്. കൃത്യമായ മെഡിക്കേഷൻ വേണം. ജോലി സമയത്തുള്ള പിരിമുറുക്കങ്ങളും അതുപോലെ തന്നെ ജോലി സ്ഥലത്തെ വെല്ലുവിളികളും എതിരിടാൻ മനസ്സിന് ശക്തി കൊടുക്കുന്ന തരത്തിലുള്ള യോഗമുറകളോ മറ്റ് എക്സസൈസുകളോ ഒക്കെ ഇവർക്ക് ചെയ്യാവുന്നതാണ്. സാമ്പത്തികമായിട്ട് ദോഷമൊന്നും കാണുന്നില്ല, അധിക ചെലവും കാണുന്നില്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 1, 2, 3, 4, 7 ഉച്ച കഴിഞ്ഞ് 8, 9 ഉച്ചവരെ, 12, 13, 14 ഉച്ചവരെ, ശേഷം 19 ഉച്ച കഴിഞ്ഞ് 20, 21, 22, 23, 24 രാവിലെ 10 മണിവരെ. അത് കഴിഞ്ഞാൽ പിന്നെ 28 വൈകുന്നേരത്തിന് ശേഷം 29, 30, 31 തീയതികളും താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളവും 11-ൽ നിൽക്കുന്ന വ്യാഴവും അതുപോലെ തന്നെ അഷ്ടമത്തിലാണ് ഇപ്പോൾ ശുക്രൻ സഞ്ചരിക്കുന്നത്. അഷ്ടമ ശുക്രൻ ദോഷമൊന്നുമല്ല. അഷ്ടമത്തിലെ ബുധനും വലിയ ദോഷം ചെയ്യുന്നില്ല. എന്നാൽ അഷ്ടമത്തിൽ നിൽക്കുന്ന 9-ൽ നിൽക്കുന്ന ശുക്രൻ ഇവർക്ക് ഉച്ചനായിട്ട് ഗുണം ചെയ്യുന്നു. അതുപോലെ 9-ൽ നിൽക്കുന്ന ബുധനും കർക്കിടകക്കൂറിന് ഗുണം ചെയ്യുന്നു. എന്നാൽ 9-ൽ നിൽക്കുന്ന രാഹു ഈ ശുക്രൻ്റെയും ബുധൻ്റെയും യോഗം കാരണം വലിയ ദോഷങ്ങൾ ചെയ്യില്ല. 3-ലെ കേതു ഗുണമാണ്. എന്നാൽ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന ശനി, അതാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം സർവ്വവിധ കാര്യങ്ങൾക്കും തടസ്സവും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത്. ഒന്നാമത് 7-ാം ഭാവാധിപത്യം ഉള്ളതുകൊണ്ട് ശനിക്ക് മാരകാധിപത്യം കൂടിയുണ്ട്. അങ്ങനെയുള്ള ശനി 8-ൽ സ്വന്തം രാശിയിലാണ് നിൽക്കുന്നതെങ്കിലും ശനി എപ്പോഴും ശനി തന്നെയാണ്, തടസ്സങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. 11-ലെ വ്യാഴം ഇവരെ രക്ഷിച്ചുകൊണ്ട് പോകുന്നു. അതുകൊണ്ട് തൽക്കാലത്തെ കാര്യങ്ങളും സാമ്പത്തികമായ ഇവരുടെ നേട്ടങ്ങളും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തടസ്സങ്ങളോടുകൂടിയാണെങ്കിലും ഒടുവിൽ സാഫല്യത്തിലെത്തുകയും ചെയ്യുന്നു എന്ന അവസ്ഥ ഇപ്പോഴും പിന്തുടരുന്നു. മാർച്ച് അവസാനത്തോടുകൂടി ഇവരുടെ അഷ്ടമശനി അവസാനിക്കുന്നു. മാർച്ച് പകുതിക്ക് ശേഷം 8-ൽ നിന്ന് സൂര്യനും 9-ലേക്ക് പോകുന്നു. സൂര്യൻ്റെ 9-ലെ നില 8-നേക്കാൾ ഭേദമാണ്. എങ്കിലും പിതാവിനോ ചെറിയ ശാരീരികമായ അവശത, ഹൃദയം, കണ്ണ്, ഞരമ്പുകൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളുണ്ടാകാം. ഈ കർക്കിടകക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് വിദേശവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും യാത്രയോ പ്രശ്നമോ ഉണ്ടെങ്കിൽ തന്നെ ഭാഗികമായ ചില തടസ്സങ്ങൾക്ക് ശേഷം മാത്രമേ അതിനെ അതിജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ. പ്രത്യേകിച്ചും യാത്രയുമായി ബന്ധപ്പെട്ടുള്ള ഓഫീസ് സംബന്ധമായ മേലധികാരികളുടെ ചില തടസ്സങ്ങളാവാം അതിന് പ്രധാനമായും വിഘാതമായി നിൽക്കുന്നത്. അതുപക്ഷേ കുറച്ച് കഴിയുമ്പോൾ തന്നെ മാറും എന്നുള്ള കാര്യത്തിലും സംശയമൊന്നും വേണ്ട. കാരണം ശ്രീകൃഷ്ണൻ്റെയും മഹാദേവിയുടെയും ഒക്കെ അനുഗ്രഹം അത്തരം കാര്യങ്ങളിൽ ഇവർക്കുണ്ട്. അതുകൊണ്ട് യാത്ര അനുഗ്രഹമായി തന്നെ വരും.
ത്രിപുരസുന്ദരി യോഗത്തിൻ്റെ ഗുണവും അവർക്ക് ഈ യോഗഫലത്താലൊക്കെ ഉണ്ടാകും. ശുക്രൻ 9-ൽ നിൽക്കുന്നത് കൊണ്ട് ഭാഗ്യം ഇവരെ കടാക്ഷിക്കുന്നു. 11-ൽ നിൽക്കുന്ന വ്യാഴം ഇവ സർവ്വ കാര്യങ്ങൾക്കും ആഗ്രഹിച്ച കാര്യങ്ങൾക്കൊക്കെ അഷ്ടമത്തിലെ ശനിയുടെ തടസ്സങ്ങളെ അതിജീവിച്ചുകൊണ്ട് ഇവർക്ക് നിൽക്കാൻ സാധിക്കുമെന്ന് കാണുന്നു. 12-ലെ ചൊവ്വയാണ് കർക്കിടകക്കൂറുകാർ ഈ മാർച്ച് മാസവും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒന്ന്. ചൊവ്വ തടസ്സപ്പെടുത്താം. ചൊവ്വ തടസ്സപ്പെടുത്തുന്നത് എങ്ങനെയെന്നാൽ ചൊവ്വയ്ക്ക് ഇവിടെ 5ഉം 10ഉം ഭാവാധിപത്യം ഉള്ളതുകൊണ്ട് യോഗകാരകനാണ്. അപ്പോൾ അതുപോയി 12-ൽ നിൽക്കുമ്പോൾ അത്തരം യോഗകാരകത്വം തടസ്സപ്പെട്ടു പോകാം. ചില ഭാഗ്യങ്ങൾ ഈ ചൊവ്വയുടെ 12-ലെ നില കാരണം ആ ഭാഗ്യത്തിൻ്റെ ഗുണം കിട്ടാതെ പോകാം. അതുപോലെ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ഇവർക്ക് നേരത്തെ വാഗ്ദാനം ചെയ്തിരുന്ന കക്ഷികൾക്ക് കുറച്ചുകൂടി താമസിച്ചേ അത് ഇവർക്ക് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നും കാണുന്നു. ശാരീരികമായ അവശതയും അപകട സാധ്യതയുമാണ് ചൊവ്വ ഒരുക്കുന്ന മറ്റു പ്രശ്നങ്ങൾ. ബന്ധങ്ങളിലുണ്ടാകാവുന്ന വിള്ളലും ഇതിൽ പ്രത്യേകമായി ശ്രദ്ധിക്കണം. വാശി, വൈരാഗ്യം, വാക്കുകളിലെ കാഠിന്യം ഇതൊക്കെ കുടുംബ ബന്ധങ്ങളിലുമൊക്കെ പ്രശ്നമുണ്ടാക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. യാത്ര തടസ്സപ്പെടാം, അതും ശ്രദ്ധിക്കണം. എന്നാൽ 11-ൽ സർവാഭീഷ്ടമായി നിൽക്കുന്ന വ്യാഴവും 9-ൽ അനുഗ്രഹത്തിൻ്റെ ഭാവത്തോടുകൂടി അത്യുച്ചത്തിൽ നിൽക്കുന്ന ശുക്രനും ഒക്കെ ഇവരെ നല്ല സഹായിക്കും. ബുധനും വലിയ ദോഷമില്ലാതെ, ബുധൻ 1, 5, 7, 9 ഭാവങ്ങളിൽ വലിയ ഗുണം ചെയ്തില്ലെങ്കിലും ഇവിടെ ശുക്രൻ്റെ യോഗബലത്താലും വ്യാഴക്ഷേത്രത്തിനാലും വലിയ ദോഷം ചെയ്യില്ല എന്ന് ചിന്തിക്കണം. എന്തായാലും ശുക്രഗുണമാണ് ഇവിടെ കൂടുതലായി കിട്ടുക. മാർച്ച് അവസാനത്തോടു കൂടി, മാർച്ച് 29 കൂടി ശനി കൂടി ശുക്രൻ്റെ കൂടെ യോഗം ചെയ്ത് അവിടെ വരികയാണ്. രാഹുവും അവിടെ വരുന്നു. അപ്പോൾ രാഹു, അതുപോലെ ശനി, പിന്നെ ശുക്രൻ, ബുധൻ, ഈ 4 ഗ്രഹങ്ങൾ 9-ാം ഭാവത്തിൽ മാർച്ച് അവസാനത്തോടു കൂടി ഉണ്ട്. പിന്നീട് അങ്ങോട്ട് കുറച്ച് ദിവസത്തേക്ക് അത് അങ്ങനെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഉണ്ടാകാവുന്ന ചില പ്രശ്നങ്ങൾ, എന്നാൽ ആത്മാർത്ഥമായ ഭക്തിയുടെയും ആത്മീയ അനുഗ്രഹങ്ങളുടെയും ഫലമായി കാര്യങ്ങളൊന്നും വലിയ ദോഷങ്ങളില്ലാതെ മുമ്പോട്ട് പോകുമെന്ന് തന്നെ ചിന്തിക്കണം കർക്കിടകക്കൂറിനെ സംബന്ധിച്ചിടത്തോളം. ഇവരെ സംബന്ധിച്ചിടത്തോളം ശാരീരികമായ അവശത ഞാൻ കൃത്യമായി പറഞ്ഞു. ഭാരമുള്ള വസ്തുക്കൾ, അതുപോലെ കൂർത്തുമൂർത്ത വസ്തുക്കൾ, മൂർച്ചയുള്ള വസ്തുക്കൾ, ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ശാരീരികമായ അവശതയോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഓപ്പറേഷൻ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിധത്തിലുള്ള ശരീരത്തിൽ കത്തിവെക്കേണ്ട അവസ്ഥ ഇതൊക്കെ ഉണ്ടാകാം ചിലർക്കെങ്കിലും. കരുതലെടുക്കുക, പ്രാർത്ഥിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 3, 4, 5, 6, 7 ഉച്ചവരെ, 9 ഉച്ച കഴിഞ്ഞ് 10, 11, 14 ഉച്ച കഴിഞ്ഞ് 15, 16. അത് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ഗുണമുള്ളത് 22, 23, 24 രാവിലെ 24, 25, 26 ദിവസങ്ങളും, ശേഷം 30 സന്ധ്യ കഴിഞ്ഞ് 31 ദിവസങ്ങളും താരതമ്യേന ഗുണമുള്ളതായിട്ട് കാണുന്നു. അടുത്തത് ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ശനി 7-ലാണ് ഇപ്പോൾ നിൽക്കുന്നത്. 8-ൽ രാഹുവുണ്ട്. ഈ രാഹുവും ശനിയും യോജിക്കുന്നു മാർച്ച് അവസാനത്തോടു കൂടി. രാഹു ഏകദേശം മെയ് മാസത്തോടു കൂടി മാത്രമേ താഴോട്ട് വരുന്നുള്ളൂ, 7-ലേക്ക് വരുന്നുള്ളൂ. 7-ൽ വന്നാലും വലിയ ഗുണങ്ങളൊന്നുമില്ല എന്നുള്ളത് മനസ്സിലാക്കുക. പക്ഷേ 8-ൽ മാർച്ച് 29-ന് ശേഷം ഏപ്രിൽ, മെയ് ഏകദേശം 1.5 മാസത്തോളം 8-ൽ പാപഗ്രഹങ്ങളുടെ ഒരു സമ്മേളനം തന്നെയുണ്ട്. ശുക്രൻ അവിടെ ബലവാനായിട്ട് നിൽക്കുന്നു. പക്ഷേ ശുക്രൻ കുറച്ച് കഴിയുമ്പോൾ മാറും. അപ്പോൾ സ്വാഭാവികമായും ശനിയും രാഹുവും മാത്രമായി 8-ൽ നിൽക്കും. കേതു നോക്കുന്നത് കൊണ്ട് കേതുവിൻ്റെ സാന്നിധ്യവും അവിടെ ഉണ്ടാകും. അത് വളരെ ശ്രദ്ധിക്കണം. എന്തായാലും വരുന്ന ദിവസങ്ങളിലാണത്. ഇപ്പോൾ മാർച്ച് മാസത്തെ ഫലം പറയുമ്പോൾ മാർച്ച് അവസാനത്തോടു കൂടി മാത്രമേ ശനി അങ്ങോട്ട് പ്രവേശിക്കുന്നുള്ളൂ. ഇപ്പോൾ കണ്ടകശനിയാണ്. 10-ലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. മെയ് 14 കൂടി വ്യാഴം 11-ൽ വരും. ഇപ്പോൾ 11-ൽ ചൊവ്വ നിൽക്കുന്നുണ്ട്. 11-ലെ ചൊവ്വയും അതുപോലെ തന്നെ അഷ്ടമത്തിലെ ശുക്രനും ഇവർക്ക് ഗുണത്തെ കൊടുക്കണം. അഷ്ടമത്തിലെ ശുക്രൻ അനവസരത്തിൽ ഇവർക്ക് ഒരുപാട് ഭാഗ്യങ്ങൾ, വലിയ മഴ പോലെ ഇവരുടെ മേലേക്ക് വീഴുന്നതായിട്ട് കാണാം. ദേവിയുടെ അനുഗ്രഹം നന്നായിട്ടുണ്ടാകും. ദാമ്പത്യ സംബന്ധമായിട്ട് ചില അവഗണനകളും പ്രശ്നങ്ങളും കലഹങ്ങളുമൊക്കെ ഉണ്ടാകുമെങ്കിലും അതിനെയൊക്കെ അതിജീവിക്കാൻ സാധിക്കും. ഒരുപാട് ആസക്തി വർദ്ധിച്ചതിൻ്റെ ഫലമായിട്ട് ചിലപ്പോൾ ചില നെഗറ്റിവിറ്റീസ് ഉണ്ടാകാം. അതുകൊണ്ട് ഈ പാപഗ്രഹങ്ങൾ ചില പ്രത്യേക സ്ഥലത്ത് നിന്നാൽ ഒരുപാട് ഗുണങ്ങൾ തരികയും ആ ഗുണത്തിൻ്റെ ആധിക്യത്താൽ തന്നെ ചില ബന്ധങ്ങളിൽ കലഹമോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. ഒന്നും അധികമാകരുത് എന്ന് പറയാറുണ്ടല്ലോ. ഒരു ബന്ധവും
അതിൻ്റെ അങ്ങേയറ്റത്തെ വൈകാരിക തീവ്രതയൊക്കെ വരുമ്പോൾ പിന്നീട് അത് താഴോട്ട് പോവുകയുള്ളൂ. ഒരു സെനിത്തിലെത്തി പിന്നെ താഴോട്ട് വരും. ഒരു കുന്ന് കയറി മുകളിലെത്തിയാൽ പിന്നെ താഴോട്ടിറങ്ങാനേ നിർവാഹമുള്ളൂ. അതുകൊണ്ട് എല്ലാത്തിനും ഒരു നിയന്ത്രണവും എല്ലാത്തിലും ഒരു മിതത്വവും ഉണ്ടെങ്കിൽ ജീവിതത്തിൽ വലിയ കലഹങ്ങളോ പ്രശ്നങ്ങളോ ക്ഷോഭങ്ങളോ സംഘർഷങ്ങളോ ഇല്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. ഇതൊന്നും ഉപദേശങ്ങളല്ല, ജീവിതാനുഭവങ്ങൾ കൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. അപ്പോൾ ചിങ്ങക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ബന്ധങ്ങളിൽ ആസക്തി വർദ്ധിച്ചാൽ തീർച്ചയായും അത് അവർക്ക് പാരയായി വരാമെന്നുള്ള കാര്യം മറക്കാതിരിക്കുക. എന്നാൽ 11-ൽ ചൊവ്വ നിൽക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സാമ്പത്തികമായ സമാഹരണം തന്നെയാണ്. പ്രവർത്തനങ്ങളിൽ അങ്ങേയറ്റത്തെ ഉത്സാഹവും അതുപോലെ തന്നെ ഊർജ്ജസ്വലതയും ഉണ്ടാകും. കൃത്യമായി തങ്ങളുടെ ജോലി ആത്മാർത്ഥമായി നീതിപൂർവമായി ചെയ്തു തീർക്കുന്നു. അതുകൊണ്ട് തന്നെ മേലധികാരികളുടെയും സഹപ്രവർത്തകരുടെയും പ്രീതി സമ്പാദിക്കാൻ സാധിക്കുന്നു. യാത്രകൾ ഇവർക്ക് വിജയകരമാവുന്നു. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അധ്വാനം കൊണ്ട് നേടുന്നു. ആരെയും പിടിച്ചുപറിക്കാനോ ബഹളത്തിനോ ഒന്നും പോകാതെ സ്വന്തം മനഃശക്തി കൊണ്ടും ശാരീരിക ശക്തി കൊണ്ടും ഇവർക്ക് കർമ്മരംഗത്ത് ശോഭിക്കാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. 10-ലെ വ്യാഴം അതിന് അനുഗ്രഹമായി വരികയും ചെയ്യും. പലപ്പോഴും 10-ൽ വ്യാഴം നിൽക്കുന്ന സമയത്ത്, ഗോചരാൽ 10-ൽ വ്യാഴം സഞ്ചരിക്കുന്ന കാലത്ത് ഞാൻ പ്രത്യേകം പറയാറുണ്ട്, ചിലപ്പോൾ ബന്ധപ്പെട്ട രക്തബന്ധത്തിൽപ്പെട്ട പ്രായാധിക്യമോ അല്ലെങ്കിൽ കാരണവസ്ഥാനത്തോ ഒക്കെ നിൽക്കുന്നവരുടെ മരണമോ മറ്റെന്തെങ്കിലും ശാരീരികമായ അവശതകളോ ഉണ്ടാകാമെന്ന് പല ചിങ്ങക്കൂർ നക്ഷത്രക്കാരും അതിനോട് പറയുകയും ചെയ്തു. പലരും ആവശ്യപ്പെട്ടതുകൊണ്ട് ഞാനിപ്പോൾ ആ ഒരു അവസ്ഥ പ്രത്യേകമായി പറയാറില്ല. കാരണം ആരുടെയും നെഗറ്റീവ് എഫക്റ്റ് സമ്പാദിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട്. അതുകൊണ്ട് ഇങ്ങനെയേ പറയാറുള്ളൂ. ചിങ്ങക്കൂറിൽ അല്ലെങ്കിൽ ആർക്കായാലും 10-ൽ ഗോചരാൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ പ്രായാധിക്യമുള്ള കാരണവസ്ഥാനത്തുള്ള രക്തബന്ധത്തിൽപ്പെട്ടവരുടെ ആരോഗ്യം സൂക്ഷിക്കണം, രക്ഷിക്കണം. അവരെ ആ തരത്തിൽ ഒരു ശ്രദ്ധ അവരോട് വേണം എന്നേ പറയാറുള്ളൂ. അത് പ്രത്യേകമായി വീണ്ടും ശ്രദ്ധിക്കണമെന്ന് പറയുന്നു. കാരണം ലഗ്നാൽ 10-ഉം ചന്ദ്രാൽ 10-ഉം വ്യാഴത്തിന് നല്ലതല്ല. കാലപുരുഷ ജാതകത്തിൽ 10-ാം ഭാവം എന്ന് പറയുന്നത് വ്യാഴത്തിൻ്റെ നീചരാശിയാണ്, അതായത് മകരം. അങ്ങനെ വരുമ്പോൾ വ്യാഴത്തിൻ്റേതായ ചില ധാർമ്മികതകൾ, ചില ഗുണങ്ങൾ അവിടെ നഷ്ടപ്പെടും. ആ വ്യാഴം ചന്ദ്രാൽ 10-ൽ പോയാലും അത്ര ഗുണമൊന്നും ചെയ്യില്ല. എന്നാൽ ജോലി സംബന്ധമായ കാര്യത്തിൽ അതൊരു ജീവനില്ലാത്ത മേഖലയായതുകൊണ്ട് ജോലി സംബന്ധമായ കാര്യത്തിൽ വലിയ ദോഷങ്ങൾ വരില്ല. പക്ഷേയും അവിടെയും ചേഞ്ച് ഉണ്ടാകാം, മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാകാം. അത് പ്രത്യേകമായി ശ്രദ്ധിക്കുക. ബാക്കി ഇവരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമത്തിൽ നിൽക്കുന്ന ശുക്രൻ വലിയ ദോഷമൊന്നും ചെയ്യില്ല. മറിച്ച് അഷ്ടമത്തിലെ ബുധൻ ഇവർക്ക് വലിയ ഗുണത്തെ ചെയ്യുകയും ചെയ്യും. ഈ സമയത്ത് വിദ്യാസംബന്ധമായ കാര്യങ്ങളിൽ വലിയ ഉണർവ് കാണാം. വലിയ പരീക്ഷകൾ ജയിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. മത്സര പരീക്ഷകളിലും അഭിമുഖങ്ങളിലും നന്നായി ഇവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നുവെന്ന് കാണുന്നു. പൊതുവേ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ഇവർക്ക് ഗുണമാണ്. തടസ്സങ്ങളുണ്ടാകും, വിമർശനങ്ങളുണ്ടാകുമെങ്കിലും അതിനെ അതിജീവിക്കാൻ സാധിക്കും. അതിന് തക്കമുള്ള മാനസികവും ശാരീരികവുമായ ക്ഷമതയും ഉല്ലാസവും ഇവർക്കുണ്ടാകും, ശക്തിയും ഉണ്ടാകും. ഇവരെ സംബന്ധിച്ചിടത്തോളം കുടുംബ ബന്ധങ്ങൾ, ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങൾ, സംരംഭങ്ങൾ, ഒരു വ്യക്തിയോട് ഷെയർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാവുന്ന കാര്യങ്ങൾ, ഇവിടെയൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ കുഴപ്പങ്ങളോ ഉണ്ടാകാം. അതിനെ അതിജീവിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ആരോഗ്യ സംബന്ധം, അഷ്ടമത്തിൽ രാഹു സഞ്ചരിക്കുന്നു. അതിൻ്റെ അവശതകൾ കൃത്യമായും ശരീരത്തിൽ ഏതെങ്കിലും വിധത്തിൽ കാണും. ത്വക്ക് സംബന്ധമായോ അലർജി സംബന്ധമായോ മറ്റേതെങ്കിലും ഹിഡൻ രൂപത്തിലോ ഒളിച്ചു വയ്ക്കപ്പെട്ട രൂപത്തിലോ രോഗമോ മറ്റ് അവശതകളോ ഇവരെ ശല്യപ്പെടുത്താം. അതുകൊണ്ട് പ്രത്യേകമായി ശ്രദ്ധിക്കുക ആരോഗ്യ കാര്യങ്ങളിൽ. ചിങ്ങക്കൂറിനെ സംബന്ധിച്ചിടത്തോളം മാർച്ച് മാസത്തെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 5, 6, 7, 8, 9 ഉച്ചവരെയും, അത് കഴിഞ്ഞാൽ പിന്നെ 12, 13, 14 ഉച്ചവരെ, അത് കഴിഞ്ഞാൽ 17, 18, 19 ഉച്ചവരെ. ശേഷം 24 രാവിലെ 10 മണിക്ക് ശേഷം 25, 26, 27, 28 ദിവസങ്ങളും ഇവർക്ക് ഗുണകരമായി കാണും. അടുത്തത് കന്നിക്കൂറാണ്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, അത്തം ചിത്തിരയുടെ ആദ്യ അര. 9-ൽ സഞ്ചരിക്കുന്ന വ്യാഴം, 10-ൽ സഞ്ചരിക്കുന്ന ചൊവ്വ, 7-ൽ സഞ്ചരിക്കുന്ന ശുക്രൻ, ബുധൻ, അതുപോലെ തന്നെ മാസം പകുതിക്ക് ശേഷം സൂര്യൻ, രാഹു, ജന്മത്തിലെ കേതു. ഇത്രയും ഗ്രഹങ്ങളുടെ സ്വാധീനത്താലാണ് കന്നിക്കൂറുകാരുടെ ഈ മാസത്തെയും അവസ്ഥ. മാർച്ച് മാസം 29 കൂടി 6-ൽ നിന്ന് ശനി 7-ലും വരുന്നു, കണ്ടകശനിയുമാവുന്നു. അപ്പോൾ ഗുണം ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായി കാണുന്നത് വ്യാഴത്തിൻ്റെ 9-ലെ നില തന്നെയാണ്. സർവത്ര തടസ്സങ്ങളും പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടെങ്കിലും ഏതെങ്കിലും വിധത്തിൽ കാര്യങ്ങളുടെ അവസാന നിമിഷങ്ങളിലെങ്കിലും വിജയം ഇവരിലേക്ക് എത്തുന്നു, അനുഗ്രഹം ഇവരിലേക്ക് എത്തുന്നു. അത് സാമ്പത്തികത്തിൻ്റെ രൂപത്തിലായാലും ശരി, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഈശ്വരാധീനത്തിൻ്റെ ഭാഗ്യത്തിൻ്റെയും ഒക്കെ അനുഗ്രഹത്താലും ശരി, ഇവർക്കത് എത്തിച്ചേരുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട.
10-ൽ സഞ്ചരിക്കുന്ന ചൊവ്വയും ഇവരെ സംബന്ധിച്ചിടത്തോളം ഗുണമാണ്. അഷ്ടമാധിപനാണ്, 3-ാം ഭാവത്തിൻ്റെയും അധിപനാണ്. പെട്ടെന്ന് ചില തീരുമാനങ്ങൾ, ചില മാറ്റങ്ങൾ, പഴയ കാര്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ചില നീക്കങ്ങൾ, ഇതൊക്കെ തന്നെ ഇവർക്ക് കർമ്മരംഗത്ത് ഗുണകരമായി വരും. പഴയ ആ അച്ചിൽ തന്നെ വീണ്ടും പുതിയ ശ്രമങ്ങൾ നടത്താൻ ശ്രമിച്ചാൽ ചിലപ്പോൾ അത് വിജയിക്കണമെന്നില്ല. കാലത്തിനനുസരിച്ചുള്ള ചില മാറ്റങ്ങൾ, ബുദ്ധിപരമായ ചില മാറ്റങ്ങൾ, ചില ഉപദേശങ്ങൾ, വിദഗ്ധരിൽ നിന്നുള്ള തേടൽ, ഇതൊക്കെ ഇവർക്ക് കർമ്മരംഗത്ത് ഗുണത്തെ ചെയ്യുമെന്ന് കാണുന്നു. അത് തീർച്ചയായിട്ടും പ്രവർത്തിക്കാനുള്ള മനസ്സിൻ്റെ ശക്തിയും ഉന്മേഷവും ഉല്ലാസവും ഒക്കെ വർദ്ധിപ്പിക്കും. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി നന്നായിട്ട് ഇവർക്ക് ഇവരുടെ തൊഴിൽ മേഖലയിൽ, അവരുടെ വ്യാപാര മേഖലയിൽ അല്ലെങ്കിൽ കർമ്മ മേഖലയിൽ ശോഭിക്കാൻ സാധിക്കും. അത് സാമ്പത്തികമായിട്ടുള്ള ആ വിഘാതത്തിന്, വരവിൻ്റെ വിഘാതത്തിന് മാറ്റം വരുത്തും. അതുകൊണ്ട് ആ നിലയിൽ പ്രവർത്തിക്കണം. 9-ലെ വ്യാഴവും 10-ലെ ചൊവ്വയും ആ വിധത്തിലാണ് ഇവരെ സഹായിക്കുക. പരസ്പരം ബന്ധുക്കളാണ് ചൊവ്വയും വ്യാഴവും. അത് തൊട്ടടുത്ത രാശികളിൽ നിന്നാൽ 9-ൻ്റെ സാധ്യമാണ് 10. അതുകൊണ്ട് സ്വാഭാവികമായും അത് ഗുണത്തെ ചെയ്യും. 7-ൽ നിൽക്കുന്ന ശുക്രൻ മറ്റെല്ലാ കാര്യങ്ങളിലും ഇവർക്ക് ഗുണത്തെ കൊടുക്കും. പ്രവർത്തിക്കാനുള്ള മനസ്സ്, മറ്റുള്ളവരോട് ഇടപെടാനുള്ള സൗമ്യത, മറ്റുള്ളവർക്ക് ചുറ്റുമുള്ളവർക്ക്, സമൂഹത്തിന് ഇവരുടെ മേൽ വിശ്വാസവും ഇഷ്ടവും തോന്നിക്കുന്ന വിധത്തിലുള്ള പെരുമാറ്റങ്ങൾ, അതെല്ലാം ഉണ്ടാകും. എന്നാൽ 7-ൽ നിൽക്കുന്ന ബുധനും ശുക്രനും ബന്ധങ്ങളെ, ജീവിത ബന്ധങ്ങളെ ചിലപ്പോൾ ശിഥിലമാക്കിയേക്കാം. അന്യത്ര ചിന്തകൾ കടന്നു വരാം ഇവരുടെ ജീവിത പങ്കാളികൾക്ക്. അത് പുരുഷനായാലും സ്ത്രീ ആയാലും ഒരുപോലെ വന്നേക്കാം. അതുകൊണ്ടാണ് കാരകൻ കാരകഭാവെ നിന്നാൽ അതിനി ലഗ്നാലായാലും ചന്ദ്രാലായാലും ഗോചരാലായാലും ജനിച്ച സമയത്തായാലും ദോഷത്തെയാണ് ആചാര്യന്മാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ശുക്രൻ 7-ൽ സഞ്ചരിക്കുമ്പോൾ ഗുണത്തെ പറയുന്നില്ല, 6-ലും ഗുണത്തെ പറയുന്നില്ല. കാലപുരുഷ ജാതകത്തിൽ 6 ശുക്രൻ്റെ നീചരാശിയാണ്. അപ്പോൾ 6-ലും 7-ലും സഞ്ചരിക്കുമ്പോൾ ദോഷം സങ്കല്പിക്കുന്നതിനാൽ ഇവിടെ ഉച്ചരാശിയാണ് ശുക്രൻ്റെ എന്നുള്ളത് കൊണ്ടുള്ള ഒറ്റ മാറ്റമേ ചെറിയ തോതിലെങ്കിലും കാണുന്നുള്ളൂ. ബാക്കി ദാമ്പത്യ ബന്ധങ്ങളിൽ പ്രശ്നങ്ങളുണ്ടാകാം. കന്നിക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ദാമ്പത്യത്തിൽ മാത്രമല്ല, ഒരുമിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം തന്നെ കന്നിക്കൂറുകാർ ശ്രദ്ധിക്കണമെന്ന് പറയുന്നു. ഒരുമിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങളെന്ന് പറയുമ്പോൾ കൂട്ടു ബിസിനസ്, സംരംഭങ്ങൾ, ഒരു ഓഫീസിൽ ഒരേ പ്രായത്തിൽ ഒരേ അവസ്ഥയിലൊക്കെ നിൽക്കുന്ന ഒരു ടീമായി ചെയ്യുന്ന ജോലികളെല്ലാം തന്നെ ശ്രദ്ധിക്കണം കന്നിക്കൂറുകാർ എന്ന് പറയുന്നു. അതാണ് അവരുടെ ഒരവസ്ഥ. കണ്ടകശനി കൂടി വരികയാണ് മാർച്ച് അവസാനത്തോടു കൂടി. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പക്ഷേ ശനി പോകുന്നതിന് തൊട്ട് മുമ്പ് ഗുണത്തെ കൊടുക്കും എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് 6-ൽ സഞ്ചരിക്കുമ്പോൾ സർവ്വ അരിഷ്ടതകൾക്കും സർവ്വ ദോഷങ്ങൾക്കും സർവ്വ കടബാധ്യതകൾക്കും മുടക്കം വന്ന കാര്യങ്ങൾക്കുമെല്ലാം മാറ്റം വരണമെന്ന് പറയാറുണ്ട്. അത് കന്നിക്കൂറിനെ സംബന്ധിച്ചിടത്തോളം 2023 ജനുവരിക്ക് ശേഷം വന്നിട്ടില്ല എങ്കിൽ ഇപ്പോൾ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം 2023 മെയ്ക്ക് ശേഷം 2024 മെയ് വരെ അഷ്ടമത്തിലായിരുന്നു വ്യാഴം സഞ്ചരിച്ചിരുന്നത് കന്നിക്കൂറിനെ സംബന്ധിച്ചിടത്തോളം. അതിപ്പോൾ 9-ൽ സഞ്ചരിക്കുക കൂടിയാണ്. അപ്പോൾ 9-ൽ വ്യാഴം സഞ്ചരിക്കുന്ന കാലത്ത് 6-ൽ ശനി സഞ്ചരിക്കുന്ന കാലത്തും എന്തെങ്കിലുമൊക്കെ മാറ്റം കന്നിക്കൂറുകാർക്ക് വരേണ്ടതാണ്. പ്രത്യേകിച്ചും പോകുന്നതിന് തൊട്ട് മുമ്പെങ്കിലും ആ ഗുണം കന്നിക്കൂറുകാർക്ക് കൊടുക്കും ശനി എന്ന് വേണം ചിന്തിക്കാൻ. യാത്ര കൊണ്ടൊക്കെ ചില മാറ്റങ്ങളുണ്ടാകാം. ചിലപ്പോൾ സ്വദേശത്ത് നിന്ന് മാറി നിൽക്കേണ്ടതായിട്ടൊക്കെ വന്നേക്കാം. ഇവരെ സംബന്ധിച്ചിടത്തോളം മാർച്ച് മാസത്തെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 1, 2, അത് കഴിഞ്ഞാൽ പിന്നെ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 8, 9, അത് കഴിഞ്ഞാൽ 10, 11 ദിവസങ്ങളും പിന്നെ 14 ഉച്ച കഴിഞ്ഞ് 15, 16, 19 ഉച്ച കഴിഞ്ഞ് 20, 21, ശേഷം 26 സായാഹ്നം, അത് കഴിഞ്ഞ് 26 സായാഹ്നത്തിന് ശേഷം 27, 28, 29, 30 സന്ധ്യ വരെയും ഇവരെ സംബന്ധിച്ചിടത്തോളം ഗുണമുള്ള ദിവസങ്ങളാണ്. അടുത്തത് തുലാക്കൂറാണ്. തുലാക്കൂറിനെ സംബന്ധിച്ചിടത്തോളം നക്ഷത്രങ്ങളെന്ന് പറയുമ്പോൾ ചിത്രയുടെ 2-ാമത്തെ അര, ചോതി വിശാഖത്തിൻ്റെ ആദ്യത്തെ 1/4 ഭാഗം, അഷ്ടമ വ്യാഴം, അതുപോലെ തന്നെ 9-ൽ സഞ്ചരിക്കുന്ന ചൊവ്വ, 5-ൽ സഞ്ചരിക്കുന്ന ശനി, 6-ൽ സഞ്ചരിക്കുന്ന ശുക്രൻ, ബുധൻ, രാഹു, 12-ൽ സഞ്ചരിക്കുന്ന കേതു. ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ ശുഭഗ്രഹമായ വ്യാഴം ഏറ്റവും മോശമായ രാശി 8-ാം ഭാവത്തിലേക്ക് പോയിരിക്കുന്നു. ശുഭസ്ഥാനമായ 5-ലോട്ട് പാപഗ്രഹമായ ശനി നിൽക്കുന്നു. അപ്പോൾ ഇത് രണ്ടും ഭാഗ്യത്തെയാണ് തുലാക്കൂറിന് നഷ്ടപ്പെടുത്തുന്നത്. അപ്പോൾ ഭാഗ്യത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാകാം ഏത് വിധേനയും. അത് തൊഴിൽ രംഗത്തായാലും സാമ്പത്തിക സമാഹരണത്തിൻ്റെ മേഖലയിലായാലും അല്ലെങ്കിൽ ബന്ധങ്ങളിലായാലും പ്രവർത്തനങ്ങളിലായാലും ഒക്കെ തന്നെ അത് ബാധിക്കാം. അതുകൊണ്ട് പൊതുവേ തുലാക്കൂറിനെ സംബന്ധിച്ചിടത്തോളം മോശം സ്ഥലമാണ്. 5-ൽ ശനി നിൽക്കുന്നതിൻ്റെ കൂടെ മറ്റൊരു ഭാഗ്യസ്ഥാനമായ 9-ൽ
മറ്റൊരു പാപഗ്രഹമായ ചൊവ്വ കൂടിയാണ് നിൽക്കുന്നത്. ചൊവ്വയ്ക്കാണെങ്കിൽ 2ഉം 7ഉം ഭാവാധിപത്യവും കൂടിയുണ്ട്. അപ്പോൾ മാരകാധിപനായ ചൊവ്വ നിൽക്കുന്നു ഭാഗ്യസ്ഥാനത്ത്, അനിഷ്ടസ്ഥാനത്ത് പോയി നിൽക്കുന്നു ഭാഗ്യവാനായ വ്യാഴം, മറ്റൊരു ഭാഗ്യസ്ഥാനമായ 5ൽ ശനിയും നിൽക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് തുലാക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ദോഷം. ഗ്രഹങ്ങൾ അങ്ങനെ നിൽക്കുമ്പോൾ ദോഷാവസ്ഥ തന്നെയാണ് പറയേണ്ടത്. ഇവിടെ ഇവർക്ക് അനുഗ്രഹമായി നിൽക്കുന്നത് 6ലെ ബുധൻ മാത്രമാണ്. 6ലെ രാഹുവും 12ലെ കേതു വലിയ ഗുണത്തെ ചെയ്യില്ല. 6ലെ രാഹു 12ലെ കേതു മോക്ഷപ്രദായിനിയാണ്, മോക്ഷത്തെ നൽകും. പക്ഷേ ജീവിതവുമായി ബന്ധപ്പെട്ട് ലൗകിക ചിന്തകളുമായി ബന്ധപ്പെട്ട് പണത്തിനു വേണ്ടിയും അല്ലെങ്കിൽ പണം ജീവിക്കാൻ വേണ്ടിയുള്ള പണം സ്വരൂപിക്കുന്ന കാര്യത്തിലുമൊക്കെ നടക്കുന്ന ആൾക്ക് ഇപ്പോൾ കേതുവിൻ്റെ മോക്ഷം ചിന്തിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നേട്ടങ്ങളാണ് അവർ ചിന്തിക്കുക. അതിനവർക്ക് 6ലെ രാഹു സഹായിക്കണം. ബന്ധങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ശത്രുവിൽ നിന്ന് പോലും ഇപ്പോൾ അവർക്ക് സഹായങ്ങളുണ്ടാകാം. കഴിഞ്ഞ കുറേ കാലമായി മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് വിദേശവുമായി ബന്ധപ്പെട്ടത്, വസ്തു സംബന്ധമായ വിൽപ്പനയുമായി ബന്ധപ്പെട്ടത്, മറ്റേതെങ്കിലും തരത്തിലുള്ള ബിസിനസ്, ഇതെല്ലാം തന്നെ ഇവർക്കിപ്പോൾ, അല്ലെങ്കിൽ പ്രവർത്തന മേഖല, ഇവിടെ നിന്നൊക്കെ തന്നെ ഇവർക്കിപ്പോൾ അനുകൂലമായ ചില കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യതയുണ്ട്. മെയ്ക്കകം അതെപ്പോൾ വേണോ വരാം. ഈ മാസത്തിൽ അതിനുള്ള സാധ്യത കാണുന്നുണ്ട്. 6ൽ സഞ്ചരിക്കുന്ന ഈ ശുക്രൻ ദാമ്പത്യ സംബന്ധമായ ദോഷം വരുത്തുമെങ്കിലും അല്ലെങ്കിൽ കുടുംബ സംബന്ധമായ പ്രശ്നങ്ങളിൽ കുഴപ്പമുണ്ടാകുമെങ്കിലും ബാക്കി കാര്യങ്ങളിൽ ഇവർക്ക് ഗുണമാണ്. കാരണം ശൃംഗാരാദി വിഷയങ്ങളിലെ താല്പര്യങ്ങൾ മാറി ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ, സാമ്പത്തികമായ കാര്യങ്ങളിൽ ഗുണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളിൽ മാത്രമായിട്ട് മനസ്സർപ്പിച്ചുകൊണ്ട് പോകാൻ സാധിക്കും തുലാക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ മാസം എന്നുള്ള കാര്യം പ്രത്യേകം മറക്കാതിരിക്കുക. അതുകൊണ്ട് തോറ്റുപോയിട്ടില്ല, തീർച്ചയായിട്ടും ഗുണങ്ങൾ അവർക്ക് വരും. സാമ്പത്തികമായി കഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഈശ്വരാനുഗ്രഹം ഉണ്ടാകും. വളരെ അടുത്തു തന്നെ, ഇപ്പം മാർച്ചായത്, ഇനിയിപ്പം മാർച്ച് 29 മെയ് മാസത്തോടു കൂടി വ്യാഴം ഇവർക്ക് 9ലാണ് പോകുന്നത്. 5ൽ സഞ്ചരിക്കുന്ന ശനി 6ലോട്ട് പോകുന്നു. 3, 6, 11 ശനിക്ക് വളരെ ഗുണം എന്നുള്ള പ്രമാണം വച്ചിട്ട് തീർച്ചയായിട്ടും വലിയ ഗുണത്തെ ഇവർക്ക് സ്വീകരിക്കാൻ സാധിക്കും മാർച്ച് 29 ശേഷമെന്ന കാര്യത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കുക. സാമ്പത്തികമായിട്ട് അതുകൊണ്ട് ഉള്ള അല്ലലും പ്രശ്നങ്ങളും ഒക്കെ തന്നെ പരിഹരിക്കപ്പെടുമെന്ന് ചിന്തിക്കാം. ഈ മാസത്തിൽ എന്തായാലും കാര്യങ്ങളൊക്കെ ഇപ്പോഴും നടന്നു പോകും. തടസ്സങ്ങളും ഭാഗ്യങ്ങളും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ചിന്തിക്കേണ്ട. ഓരോരുത്തരും അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലാണ് തടസ്സം വരിക എന്നുള്ളതും മറക്കാതിരിക്കുക. തുലാക്കൂറിന് ശാരീരികമായ അവശത പ്രധാനമായും സന്താനങ്ങൾക്കത്ര നല്ലതായിട്ട് കാണുന്നില്ല. അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തികളുമായി ബന്ധപ്പെട്ട് ശാരീരികമായ അവശതയോ രോഗങ്ങളോ ഉണ്ടാകാം. അതുപോലെ തന്നെ പിതാവിനും ശാരീരികമായ അവശതയോ അപകട സാധ്യതകളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വളരെ വലിയ തടി വയ്ക്കുന്ന പ്രകൃതമുള്ളവർ പ്രത്യേകമായി ശ്രദ്ധിക്കുക. അവർക്കും ദോഷങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. അരയ്ക്ക് താഴ്പോട്ട്, കാൽമുട്ട് ഒക്കെ വളരെ ശ്രദ്ധിക്കണം. കീഴ്വയറ്, ജെനിറ്റൽ ഓർഗൻസ്, ഈ ഭാഗങ്ങളിലുമൊക്കെ ശാരീരികമായ പ്രശ്നങ്ങളോ കുഴപ്പങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 1, 2, 3, 4, 9 ഉച്ചകഴിഞ്ഞ് 10, 11, 12, 13, 14 ഉച്ചവരെ, ശേഷം 17, 18, 19 ഉച്ചവരെ, 22, 23, 24 രാവിലെ 10 മണിവരെ. അത് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ഗുണമുള്ളത് 28, 29, 30, 31 ദിവസങ്ങളും താരതമ്യേന ഗുണമുള്ളതായിട്ട് കാണുന്നു. അടുത്തത് വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ. 7ൽ സഞ്ചരിക്കുന്ന വ്യാഴം, 4ൽ സഞ്ചരിക്കുന്ന ശനി, 5ലാണ് ഇവർക്ക് ശുക്രൻ നിൽക്കുന്നത്, ബുധൻ നിൽക്കുന്നത്. അത് രണ്ടും വലിയ ഗുണമാണ്. ശുക്രൻ 5ലും വ്യാഴം 7ലും നിൽക്കുന്നത് കൊണ്ട് തന്നെ പല കാര്യങ്ങളിലും ഇവർക്ക് അനുകൂലമായ തീരുമാനങ്ങളുണ്ടാകുന്നു. സാമ്പത്തികമായി നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ അതിൻ്റെ വഴി തുറന്നു കിട്ടുന്നു, അതിലെ തടസ്സങ്ങൾ മാറുന്നു. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇവർക്ക് ഗുണകരമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നു. ഇഷ്ടപ്പെട്ട വ്യക്തിയെ കണ്ടുമുട്ടുന്നു. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചില സംരംഭങ്ങളിൽ മുടക്കുമുതലിന് വേണ്ടിയിട്ടുള്ള വ്യക്തിക്ക് അന്വേഷിക്കുന്ന ആ യത്നങ്ങളെല്ലാം വളരെ ലളിതമായി മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങൾ ഇവർക്കിപ്പോൾ വളരെ ഗുണകരമായിട്ട് കാണുന്നു. 2 വ്യക്തികളും ഒരേ മനസ്സോടുകൂടി വലിയ അഭിപ്രായ ഭിന്നതകളില്ലാതെ തങ്ങളുടെ കർമ്മമേഖലയിൽ അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് വലിയ നേട്ടമാണ്. അതെല്ലാം ഗുണമാണ്. വിശിഷ്യ ബുദ്ധി ഉപയോഗിച്ച്, ക്രിയേറ്റിവിറ്റി ഉപയോഗിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ വളരെ അധികം അകമഴിഞ്ഞ സഹകരണം ഉണ്ടാകും ഇവർക്ക് എന്ന് കാണുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം വാഹനം സൂക്ഷിച്ച് ഓടിക്കുകയും അമിതാവേശം കുറയ്ക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനമായും പറയാനുള്ളത്. ഉയരങ്ങൾ കയറുമ്പോഴും
വലിയ കൺസ്ട്രക്ഷൻ രംഗത്തൊക്കെ പ്രവർത്തിക്കുമ്പോൾ, ഉയരങ്ങൾ കയറുമ്പോഴും, ഭാരമുള്ള വസ്തുക്കളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോഴും, മെഷീനറിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോഴും, അതുപോലെ മൂർച്ചയുള്ള വസ്തുക്കൾ അങ്ങനെയുള്ള ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴുമൊക്കെ ശ്രദ്ധിക്കുക. ഈ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾ അടുക്കളയിൽ പ്രവർത്തിക്കുമ്പോൾ ശ്രദ്ധിക്കുക. തീയ്, അതുപോലെ ഇലക്ട്രിസിറ്റി, അതായത് വൈദ്യുതി, ഇതുമായി ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുമ്പോഴും അങ്ങേയറ്റത്തെ ശ്രദ്ധ വേണമെന്ന് പറയുന്നു. വാഹനം വളരെ സൂക്ഷിച്ചോടിക്കണം, അമിത വേഗത കുറയ്ക്കണം, അമിത ആവേശം വാക്കുകളിലും ഉണ്ടാകരുത്. കലഹത്തിന്, അഭിപ്രായ ഭിന്നതയ്ക്കൊക്കെ സാധ്യതയുണ്ട്. വളരെ കഷ്ടപ്പെട്ടിട്ടായിരിക്കാം ചിലപ്പോൾ ഇവർക്ക് ഒരു സഹപ്രവർത്തകനെയോ അല്ലെങ്കിൽ സഹകരിച്ചുകൊണ്ട്, സാമ്പത്തികമായി സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്ന വ്യക്തികളെ കിട്ടുക എന്നത്, അത് ചിലപ്പോൾ ചില വാക്കുകൾ കൊണ്ടോ ചില ഓവർ സ്മാർട്ട്നെസ് കൊണ്ടോ ഒക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക വൃശ്ചികക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ. മാതാവിന് അവശത ഇപ്പോഴും കാണുന്നു. രാജ്യം വിട്ടു നിൽക്കാനുള്ള ഒരു അവശത കാണുന്നുണ്ട്. സ്വന്തം ദേശത്ത് എത്താൻ ഇനിയും വൈകുമെന്ന് കാണുന്നു. അല്ലെങ്കിൽ മറ്റൊരു ദേശത്തെ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനുള്ള സാധ്യത ഈ മാസവും വലിയ തോതിൽ വർദ്ധിച്ചാണ് കാണുന്നത്. മാതാവിന് ശാരീരികമായ അവശത, മാതാവുമൊത്തുള്ള യാത്രകൾ വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് അവർക്കും ദോഷമുള്ള നക്ഷത്രങ്ങളിൽ പെട്ടതാണെങ്കിൽ വളരെ ശ്രദ്ധ വേണമെന്ന് കാണുന്നു. കുടുംബത്തിൽ ഭാഗം വയ്ക്കലോ കുടുംബത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോകലോ ഒക്കെ ഉണ്ടാകാം. അമ്മാവന്മാർക്കും അത്ര നല്ല കാലമല്ല, ഈ നക്ഷത്രത്തിൽപ്പെട്ടവരുടെ അമ്മാവന്മാർക്കും അത്ര നല്ല കാലമല്ല എന്ന് കാണുന്നു. ഉപാസനാമൂർത്തിയുടെയും കുടുംബ ക്ഷേത്രത്തിലെ ഭഗവതിയുടെയോ അല്ലെങ്കിൽ ഭഗവാന്റെയോ ഒക്കെ അടുത്ത് പോയി പ്രാർത്ഥിക്കണം എന്നുള്ളതും പ്രത്യേകമായി കാണുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 3, 4, 5, 6, 7 ഉച്ചവരെ, ശേഷം 12, 13, 14, 15, 16, 19 ഉച്ച കഴിഞ്ഞ് 20, 21, 24 രാവിലെ 10 മണിക്ക് ശേഷം 25, 26 സായാഹ്നം വരെ, ശേഷം 30, 31 തീയതികളും ഇവർക്ക് ഗുണമാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം 4-ാം ഭാവത്തിലാണ് ശുക്രൻ സഞ്ചരിക്കുന്നത്. ഇപ്പോൾ ബുധനുമുണ്ട്. അതെന്തായാലും ഇവർക്ക് ഗുണത്തെ കൊടുക്കും. ലൗകിക സ്ഥാനം, സമൂഹവുമായി ഇടപെട്ട് പ്രവർത്തിക്കുന്ന സ്ഥാനം, മാതാവിൻ്റെയും മാതുലൻ്റെയും തൊഴിൽ സാധ്യതകളുടെയും മറ്റുള്ളവരുമൊത്ത് സഹകരിച്ച് പ്രവർത്തിക്കുന്ന എല്ലാ ഇടങ്ങളുടെയും മാനസിക സുഖം, അതുപോലെ തന്നെ പൊതുവെയുള്ള സുഖത്തിൻ്റെയും ഒക്കെ സ്ഥലമാണ് 4 വാഹനം. അപ്പോൾ അവിടെ തങ്ങുന്ന ഇടങ്ങളെല്ലാം, അവിടെ ഇവർക്കിപ്പോൾ ശുഭഗ്രഹങ്ങളുടെ ഒരു സ്വാധീനമുണ്ട്. അതുകൊണ്ട് തന്നെ ഗുണത്തെ കിട്ടുമെന്ന് ചിന്തിക്കണം. ബുധന് നീചഭംഗ രാജയോഗമുണ്ട്, ശുക്രന് ഉച്ചത്വമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാഹുവിൻ്റെ ദോഷാവസ്ഥകൾ കുറയണം. ഈ 4-ൽ നിന്നുകൊണ്ട് 10-ാം ഭാവത്തിലേക്ക് ഈ ഗ്രഹങ്ങളുടെ വീക്ഷണമുള്ളതിനാൽ തൊഴിൽ രംഗത്തുണ്ടായിരുന്ന അസ്വാരസ്യങ്ങൾ കുറയണം. ധനുക്കൂറിനെ സംബന്ധിച്ച് പുതിയ താല്പര്യങ്ങൾ, പുതിയ ഇഷ്ടങ്ങൾ അത് കടന്നു വരാം. അതുവരെ ഉണ്ടായിരുന്ന ചില പ്രണയ ജോഡികൾ, അവർക്ക് ഒന്നുകിൽ അവരുടെ പരസ്പരമുള്ള ആകർഷണശക്തി വർദ്ധിക്കാം, അതല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ദോഷമോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അവർ പരസ്പരം പിരിഞ്ഞു പോകാനുള്ള സാധ്യത കാണുന്നു. പുതിയ ബന്ധങ്ങൾ വരാം. മറ്റൊരു പ്രധാനപ്പെട്ട വിശേഷം ഇവരെ സംബന്ധിച്ച്, ഇവരുടെ പ്രവർത്തനങ്ങളിലേക്ക് പൂർണ്ണമായും മനസ്സു തിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ചും ശുക്രൻ്റെയും ബുധൻ്റെയും സ്വാധീനമുള്ളതുകൊണ്ട് തങ്ങൾക്ക് സാധിക്കുന്ന മേഖലകളിൽ, തങ്ങൾക്ക് വൈഭവം ഉള്ള മേഖലകളിൽ കൂടുതലായി മനസ്സും ശരീരവും അർപ്പിക്കാനുള്ളൊരു സാധ്യത. അവിടെ ഏതെങ്കിലും തരത്തിൽ ഇവർക്ക് വിമ്മിഷ്ടമോ പ്രശ്നങ്ങളോ തടസ്സങ്ങളോ ഉണ്ടായിരുന്നെങ്കിൽ അതിനെയൊക്കെ മാറി മുന്നോട്ട് പോകാനുള്ളൊരു മനഃശക്തിയും ശാരീരിക ശക്തിയും ഇവർക്ക് കൈവരുന്നു. അതുകൊണ്ട് പൊതുവെ ഗുണമായിട്ട് കാണാം. 6-ൽ സഞ്ചരിച്ചിരുന്ന വ്യാഴമാണ് പല കാര്യങ്ങൾക്കും അവർക്ക് തടസ്സമുണ്ടാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ ആ തടസ്സങ്ങൾ മെയ്ക്ക് ശേഷം പൂർണ്ണമായും മാറുമെന്ന് കാണുന്നു. മെയ്യോടുകൂടി തന്നെ ഈ രാഹുവിൻ്റെയും അതുപോലെ തന്നെ കേതുവിൻ്റെയും ദോഷങ്ങൾ അവർക്ക് കുറയും. പക്ഷേ പിതാവിന് ചെറിയ ശാരീരികമായ ആവശ്യതയൊക്കെ മെയ്ക്ക് ശേഷം ഉണ്ടാകാം. മാർച്ച് മാസത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇവർ ശ്രദ്ധിക്കേണ്ടത്, മാർച്ച് അവസാനത്തോടു കൂടി ശനി 3-ൽ നിന്ന് 4-ലേക്ക് പോവുകയാണ്. 3-ൽ നേരത്തെ പറഞ്ഞതുപോലെ 3-ൽ നിൽക്കുമ്പോൾ 3, 6, 11 ശനി വളരെ ഗുണത്തെ ചെയ്യും. 7 ശനി കഴിഞ്ഞിട്ടുള്ള കാലമാണ് 2.5 വർഷം 3-ൽ സഞ്ചരിക്കുക. ആ 3-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സമയത്ത് 7 ശനിയിൽ തടഞ്ഞതെല്ലാം അവർ തിരിച്ചു കൊടുക്കുമെന്ന് പറയാറുണ്ട്. അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ, അധ്വാനങ്ങൾ, ഭാഗ്യം ഇവർക്ക് കൊടുക്കും. എന്തായാലും ധനുക്കൂറിനെ സംബന്ധിച്ച് ശനി 4-ലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പെങ്കിലും ഇവർക്ക് എന്തെങ്കിലും ഗുണം കൊടുക്കണം. ഇവർ കടം കൊടുത്തിരുന്നവർ ഇവർക്ക് തിരിച്ചത് കൊടുക്കാം. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ കിട്ടാനുണ്ടായിരുന്നത്, അല്ലെങ്കിൽ അരിയേഴ്സ്, അതെല്ലാം ഇവർക്ക് വരാം. മറ്റേതെങ്കിലും പ്രവർത്തനങ്ങൾക്ക് ക്ഷാമമോ പ്രവർത്തനങ്ങൾക്ക് തടസ്സമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറാം. എന്നാൽ 4-ാം ഭാവത്തിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും ഇവർ തങ്ങുന്ന ഇടത്ത്, കുടുംബത്തിലും അതുപോലെ തന്നെ പ്രവർത്തന മേഖലയിലുമൊക്കെ
ചില വിഷമങ്ങളും വൈഷമ്യങ്ങളുമൊക്കെ വരാം. അത് മാർച്ച് അവസാനത്തോടു കൂടിയേ വരുന്നുള്ളൂ. മാർച്ച് 29-നാണ് ശനി മാറുന്നത്. അപ്പോൾ ചിന്തിച്ചാൽ മതി എന്നുള്ളതാണ് പ്രധാനം. പക്ഷേ എന്നാൽ പോലും മുൻകരുതൽ എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. മറ്റ് ഗുണങ്ങൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വ്യാഴം സഞ്ചരിക്കുന്നത് 6-ൽ, അത് 7-ൽ പോകുമ്പോൾ ഗുണത്തെ കിട്ടും. ബാക്കി ഇവർക്കിപ്പോൾ ശുക്രൻ്റെ ഗുണവും കുടുംബത്തിൽ പുതിയ മാറ്റമൊക്കെ വരുത്താം. വീട് അറ്റകുറ്റപ്പണിയൊക്കെ തീർത്ത് പുതുമോടിയിലേക്കാക്കാം. പുതിയ വാഹനം വരാം. വാഹനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കാം. ഉല്ലാസയാത്രകളൊക്കെ നടത്താം ഇവർക്ക് ഈ മാസം. അതുകൊണ്ട് പൊതുവേ ഇവരുടെ മനസ്സ്, ശരീരമൊക്കെ ഒന്ന് കുളിച്ച് കയറുന്നത് പോലെ പരിശുദ്ധിയിലേക്കും ഉന്മേഷത്തിലേക്കും വരുമെന്ന് കാണുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 5, 6, 7, 8, 9, അത് കഴിഞ്ഞാൽ പിന്നെ 14 ഉച്ച കഴിഞ്ഞ് 15, 16, 17, 18, 19 ഉച്ചവരെ, ശേഷം 22, 23, 24 രാവിലെ 10 മണി വരെ, അത് കഴിഞ്ഞാൽ 26 സായാഹ്നത്തിന് ശേഷം 27, 28 വൈകുന്നേരം വരെയും ഇവർക്ക് ഗുണകരമായ അവസ്ഥയാണ് കാണുന്നത്. അടുത്തത് മകരക്കൂറാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അടുത്തത് മകരക്കൂറാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് 5-ൽ സഞ്ചരിക്കുന്ന വ്യാഴത്തിൻ്റെ ഗുണവും അതുപോലെ തന്നെ 2-ലായിരുന്ന ശുക്രനൊക്കെ മാറി ഇവർക്കിപ്പോൾ 2-ൽ സൂര്യൻ, അതുപോലെ മാർച്ച് പകുതി വരെ സൂര്യനും അതിനുശേഷം സൂര്യൻ 3-ലേക്ക് പോകുന്നത് നല്ലതാണ്. ഊർജ്ജസ്വലമായ ഉന്മേഷകരമായ ഒരു പ്രവർത്തന രംഗമൊക്കെ ഇവർക്ക് ഉണ്ടാകുന്നു. പൊതുവേ ഇവർക്ക് ഗുണം നൽകുന്നത് 5-ൽ സഞ്ചരിക്കുന്ന വ്യാഴത്തിൻ്റെ തന്നെയാണ് ഏറ്റവും പ്രധാനമായ ഗുണം വരുന്നത്. 6-ൽ നിൽക്കുന്ന ചൊവ്വയും ഗുണത്തെ ചെയ്യും. 3, 6, 11 പാപഗ്രഹങ്ങൾക്ക് ഗുണം എന്ന പറ്റിൽ ചന്ദ്രാൽ 6-ലേക്ക് ചൊവ്വ പോകുമ്പോൾ ചൊവ്വയുടെ ഗുണം കിട്ടും. തടസ്സങ്ങൾ മാറുക, ഊർജ്ജസ്വലമായി തങ്ങളുടെ പ്രവർത്തന മേഖലയിൽ വ്യാപരിക്കുക, കടബാധ്യതയിൽ നിന്നും മോചനം, ഉദര രോഗത്തിൽ നിന്നും മോചനം, ശത്രുവായി നിന്ന വ്യക്തി പോലും മിത്രമായി വരുന്നു, അല്ലെങ്കിൽ ശത്രുക്കൾക്കുമേൽ ഇവരുടെ ആധിപത്യം, ഈ നക്ഷത്രക്കാരുടെ, മകരക്കൂർ നക്ഷത്രക്കാരുടെ ആധിപത്യം വർദ്ധിക്കുന്നു. തടസ്സപ്പെട്ട് കിടന്നിരുന്ന കർമ്മമേഖല കുറച്ചുകൂടി നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർക്ക് സാധിക്കുന്നു. ഇവരിൽ നിന്ന് പണമോ മറ്റു ദ്രവ്യങ്ങളോ കടം കൊണ്ടുപോയിരുന്നവർ കിട്ടില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്നത് തിരിച്ചു കിട്ടാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. സാമ്പത്തികമായിട്ട് ഇവർക്ക് ഈശ്വരൻ്റെ അനുഗ്രഹം നന്നായി കാണുന്നുണ്ട്. തൊടുന്നതൊക്കെ പൊന്നാകുന്ന തരത്തിലുള്ള ചില പ്രവർത്തനങ്ങൾ കാണുന്നു. മനസ്സിന് ഇഷ്ടപ്പെട്ട മേഖലയിൽ നന്നായി വ്യാപരിക്കാൻ സാധിക്കുന്നു. ഈ നക്ഷത്രം എന്ന് പറയുമ്പോൾ ഇവിടെ ഈ മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളുടെ മാത്രം കാര്യമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഗോചരാലുള്ള കാര്യങ്ങൾ നക്ഷത്രത്തിൽ, അതായത് ഗ്രഹനിലയിൽ നോക്കുമ്പോൾ ഇവർക്ക് കേതുവോ മറ്റു പാപഗ്രഹങ്ങളിലോ അഷ്ടമാധിപനായ ഗ്രഹത്തിൻ്റെ അപകാരമോ ഛിദ്രമോ ഒക്കെ വന്നാൽ ഈ ഫലങ്ങൾ അതേപടി വരണമെന്നില്ല. അതുകൊണ്ടാണ് ഗ്രഹനില എപ്പോഴും നോക്കിയിട്ടേ കാര്യങ്ങൾ അന്തിമമായി പറയാവൂ എന്ന് പറയുന്നത്. ഗോചരാൽ പറയുമ്പോൾ ഇതിനൊക്കെ സൂചനകളുണ്ട്, സാധ്യതകളുണ്ട്. എന്തായാലും ഭാഗ്യം ഇവരെ കടാക്ഷിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. 3-ൽ നിൽക്കുന്ന ശുക്രൻ ഇവർക്ക് സഹോദര സ്ഥാനത്തു നിന്നോ സഹോദരി സ്ഥാനത്തു നിന്നോ നല്ല സഹായം കാണുന്നുണ്ട്. സാമ്പത്തികമായോ മറ്റു പ്രവർത്തനങ്ങളോ ഇവരെ സഹായിക്കാം. ചിലപ്പോൾ അത് ഒരു സുഹൃത്താവാം, അടുത്തു നിൽക്കുന്ന സുഹൃത്താവാം. ഏതു കാര്യത്തിനും കൂടെ നിൽക്കുന്നയാൾ എന്ന മട്ടിൽ ഒരാൾ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. എന്തായാലും പൊതുവേ മകരക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈശ്വരാധീനത്തിൻ്റെ ഒരു ഗുണമുണ്ട്. പ്രവർത്തനങ്ങളിൽ കുറച്ചുകൂടി ഊർജ്ജസ്വലത വരുന്നു. കലാപ്രവർത്തനങ്ങളായാലും ശരി, അവരുടെ തൊഴിൽ രംഗത്തെ പ്രവർത്തനങ്ങളായാലും ശരി, അത് അങ്ങേയറ്റം കൃത്യതയോടുകൂടി മുമ്പോട്ട് കൊണ്ടുപോകാനും അതിൽ നിന്ന് സാമ്പത്തിക നേട്ടം കൈവരിക്കാനും സാധിക്കുന്നു. ആരോഗ്യ സംബന്ധമായി ഇവർ ശ്രദ്ധിക്കേണ്ടത് പ്രധാനമായും ഇവരുടെ ഹൃദയം, ഡയഫ്രം ഭാഗത്തൊക്കെ ഉണ്ടാകാവുന്ന ചില വേദനകളോ പ്രശ്നങ്ങളോ ആണ്. ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ മൂലമുണ്ടാകാവുന്ന പ്രശ്നങ്ങളും ഇവർക്ക് വരാം. അതുപോലെ സൈനസൈറ്റിസിൻ്റെ അസുഖങ്ങൾ, ത്വക്ക് സംബന്ധമായ അലർജി അസുഖങ്ങളും ഇവർക്ക് വരാനുള്ള സാധ്യത കാണുന്നു. പ്രധാനമായും അലർജി അസുഖങ്ങൾ, നീർദോഷത്തിൻ്റെ പ്രശ്നങ്ങളാണ് ഇവരെ അലട്ടുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ ഈ മാസത്തെ നല്ല ദിവസങ്ങൾ, മകരക്കൂറിനെ സംബന്ധിച്ചിടത്തോളം മാർച്ച് മാസത്തെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 1, 2, അത് കഴിഞ്ഞാൽ പിന്നെ 7, 8, 9 ഉച്ചവരെ, 7, 8, 9, 10, 11 വരെയും നല്ലതാണ്. ശേഷം 17, 18, 19 ഉച്ചവരെ നല്ലതാണ്. 17, 18, 19, 20, 21 ദിവസങ്ങൾ വരെ നല്ലതാണ്. അതിനുശേഷം 24 രാവിലെ 10 മണിക്ക് ശേഷം 25, 26 സായാഹ്നം വരെയും, ശേഷം 28 സായാഹ്നത്തിന് ശേഷം 29, 30. അടുത്തത് കുംഭക്കൂറാണ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ 2ാമത്തെ പകുതി, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ. ഇവരെ സംബന്ധിച്ചിടത്തോളം 2-ലാണ് ബുധനും ശുക്രനും. ശുക്രൻ ഉച്ചനാണ്. അപ്പോൾ രാഹു എന്ന് പറയുന്ന ആ ഗ്രഹം പറയുന്നത് തെറ്റിദ്ധരിക്കപ്പെടും.
തങ്ങളുടെ വാക്കുകൾ മോശപ്പെട്ട അവസ്ഥയിലോട്ട് പരിഗണിച്ചുകൊണ്ട് തങ്ങളെ മോശക്കാരനാക്കുക, തെറ്റിദ്ധരിപ്പിക്കുക, മറ്റുള്ളവരുടെ ഇടയിൽ മിഥ്യാധാരണകൾ പുലർത്താൻ തക്കവണ്ണമുള്ള വാക്കുകൾ പറയുക, ആ അവസ്ഥയ്ക്കൊക്കെ മാറ്റമുണ്ട്. ശുക്രൻ 2-ൽ നിൽക്കുന്നത് ഇവരുടെ വാക്കുകൾ അതേപടി വിശ്വസിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു വലിയ ജനവിഭാഗം ഉണ്ടാകുമെന്ന് കാണുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ വാക്കുകൾ, പ്രവൃത്തികൾ, കർമ്മമേഖല ഇതെല്ലാം തന്നെ വളരെ സൗമ്യ, സൗഹാർദ്ദ പരമായ അവസ്ഥയിലേക്ക് നീങ്ങുന്നു. പ്രവർത്തനങ്ങളിൽ ഇവർക്ക് മികവുണ്ടാകുന്നു, മറ്റുള്ളവരാൽ അത് മാനിക്കപ്പെടുന്നു. അതുകൊണ്ട് ലൗകികമായ നേട്ടങ്ങൾക്ക് ആധാരമായ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഇപ്പോൾ കുംഭക്കൂറിന് ഗുണമായിട്ടാണ് കാണുന്നത്. എഴുതാനോ കലാപരമായി മറ്റു പ്രവൃത്തികൾ ചെയ്യാനോ സാധ്യതയുള്ളവർക്ക് അത് കൂടുതൽ പോഷിപ്പിക്കാൻ സാധിക്കുന്നു. തങ്ങളുടെ പ്രവർത്തന മേഖല കൂടുതൽ ദീപ്തമാക്കാൻ, പ്രകാശമാനമാക്കാൻ ഇവർക്ക് സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി വർദ്ധിക്കുന്നു. വീട് മോടി പിടിപ്പിക്കാം, വാഹനം പുതിയത് വാങ്ങാനുള്ള സാധ്യത, പുതിയ ബന്ധങ്ങളുണ്ടാകാം, പുതിയ കൂട്ടുകെട്ടുണ്ടാകാം, അതിനൊക്കെ സാധ്യതയുണ്ട്. സാമ്പത്തികമായി നല്ല വർധനവുണ്ടാകുന്നു, മനസ്സിന് സന്തോഷമുണ്ടാകുന്നു. 4-ൽ സഞ്ചരിക്കുന്ന വ്യാഴവും സാമാന്യം ഗുണമാണ് ഇവർക്ക് നൽകുന്നത്. മാതാവിന് ശാരീരികമായ അവശതയോ മാതാവിനുണ്ടായിരുന്ന വരുമാനത്തിന് എന്തെങ്കിലും കുഴപ്പമോ ഒക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. അടുത്തത് ഇവരെ സംബന്ധിച്ചിടത്തോളം സന്താനങ്ങൾക്കുണ്ടാകാവുന്ന രോഗമോ പ്രശ്നങ്ങളോ മറ്റ് അസ്ഖ്യതകളോ ആണ്. പഠന സംബന്ധമായ കാര്യങ്ങളിലും ചെറിയ ഉഴപ്പ് അവർക്ക് ഉണ്ടാകാനുള്ള സാധ്യത. ഒന്നുകിൽ ഈ നക്ഷത്രക്കാരുടെ മക്കൾക്ക്, അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥിനികൾക്ക് പഠന സംബന്ധമായിട്ടൊരല്പം ഒരുപക്ഷെ ആവേശം നല്ല മൂത്തിട്ട് അതിൽ നിന്നുണ്ടാകാവുന്ന ചില ക്ഷതങ്ങളാവാം. അതല്ല എങ്കിൽ ആലസ്യമോ പ്രശ്നങ്ങളോ ഉണ്ടായിട്ട് പഠനത്തോട് തീരെ വിപ്രതിപത്തി പുലർത്തുന്ന ഒരവസ്ഥയും ഉണ്ടാകാം. എന്നാലും അതിലൊക്കെ മാറ്റമുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. പ്രധാനമായും ശുക്രൻ, ബുധൻ, വ്യാഴം ഈ ഗ്രഹങ്ങൾ ഇവരെ സഹായിക്കും. ജന്മശനി ഉണ്ടെന്നുള്ള കാര്യം മറക്കാതിരിക്കട്ടെ. ഇനി ഒരു 10-25 ദിവസം കൂടെ കഴിയുമ്പോൾ ശനി പൂർണ്ണമായും ഇവർക്ക് ജന്മശനിയിൽ നിന്ന് മാറി 7ര ശനിയുടെ അവസാനത്തെ 2.5 വർഷത്തിലേക്ക് പോകുന്നു. അത് താരതമ്യേന ഭേദമാണ്. മാത്രമല്ല മേയോടുകൂടി വ്യാഴവും 5-ലോട്ട് പോകും. രാഹുകേതുക്കൾ ജന്മത്തിലോട്ട് വരും മേയോടുകൂടി. അതൊക്കെ അപ്പോൾ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. മാർച്ച് മാസത്തെ ഫലം പറയുമ്പോൾ പൊതുവേ ഇവർക്ക് ഗുണമാണ്. സാമ്പത്തിക നേട്ടം, പ്രവർത്തനത്തിൽ കുറച്ചുകൂടി മികവ്, ഇവരുടെ വാക്കുകൾക്ക് കുറച്ചുകൂടി പ്രസക്തി ലഭിക്കുന്നു സമൂഹത്തിലും ഇവർ ചെയ്യുന്ന ഇടങ്ങളിലുമെല്ലാം തന്നെ. അതുകൊണ്ട് പൊതുവേ ഗുണകരം. ശാരീരികമായി ഇവർ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം, ഒന്ന് ഈ രാഹു 2-ൽ നിൽക്കുന്നത് കൊണ്ടുള്ള സ്കിൻ സംബന്ധമായ പ്രശ്നങ്ങൾ, ത്വക്കുരോഗ സംബന്ധമായ അലർജി അസുഖങ്ങൾ ഇതൊക്കെ ഉണ്ടാകാം. ശ്വാസകോശ സംബന്ധമായും പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത. സർവ്വകാര്യത്തിനും ഒരു തടസ്സമുണ്ടാകുമെന്ന കാര്യത്തിൽ ദോഷമൊന്നും വേണ്ട. ശനി പോകുന്ന വഴിക്ക് ചിലപ്പോൾ ഒരു അടിയൊക്കെ തരാം. ജന്മശനിയാണ് എന്നുള്ള കാര്യവും മറക്കാതിരിക്കുക. പ്രത്യേകമായി പൂജകൾ ശനിക്കും ശനീശ്വരനും അയ്യപ്പസ്വാമിക്കുമൊക്കെ ചെയ്യുക. ജപഹോമാദികൾ മറക്കാതിരിക്കുക. ജപം പരമപ്രധാനം കലിയുഗത്തിൽ എന്നുള്ള കാര്യവും മറക്കാതിരിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ മാർച്ച് മാസത്തെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 3, 4, അത് കഴിഞ്ഞാൽ പിന്നെ 9 ഉച്ചകഴിഞ്ഞ് 10, 11, 12, 13, 14 ഉച്ചവരെ. അതിനുശേഷം 19 ഉച്ചകഴിഞ്ഞ് 20, 21, 22, 23, 24 രാവിലെ 10 മണി വരെ. ശേഷം 26 സായാഹ്നത്തിന് ശേഷം 27, 28 സന്ധ്യ വരെയും. പിന്നെ 30 സന്ധ്യ കഴിഞ്ഞ് 31 നല്ല ദിവസങ്ങളാണ്. അടുത്തത് മീനക്കൂറാണ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങൾ. ഇവരെ സംബന്ധിച്ചിടത്തോളം 3-ലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്, 4-ൽ ചൊവ്വ, ജന്മത്തിൽ ശുക്രനും ബുധനും. ജന്മത്തിലെ ബുധൻ അത്ര നല്ലതല്ലെങ്കിലും ശുക്രൻ വളരെ പവർഫുള്ളാണ്. ശുക്രൻ ഉച്ചനാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ ദോഷങ്ങൾ വലുതായിട്ടുണ്ടാകുന്നില്ല. ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ടുള്ള മനോവിഷമോ ദുഃഖമോ ഇപ്പോൾ ഉണ്ടാകാം. മാത്രമല്ല ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ 4-ൽ നിൽക്കുന്ന ചൊവ്വ എന്ന് പറഞ്ഞാൽ ഇവർ വസിക്കുന്ന വീട്ടിലോ ഇവർ തങ്ങുന്ന വീട്ടിലോ എന്തെങ്കിലും ദോഷമോ പ്രശ്നങ്ങളോ അപകട സാധ്യതകളോ വേർപാടോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ചൊവ്വ 4-ൽ നിൽക്കുന്നു. ഒപ്പം തന്നെ ഇവർക്ക് ശുക്രൻ ഉച്ചത്തിൽ നിൽക്കുന്നതിനാൽ ഇവരുടെ ശാരീരികവും മാനസികവുമായ സന്തോഷത്തിന് ദോഷമൊന്നും കാണുന്നില്ല. സാമ്പത്തികമായിട്ടും ഇവർക്കൊരു ഭദ്രത വരുന്നു. കുറേ നാളായി കിട്ടിക്കൊണ്ടിരുന്ന പണം ഇവരിലേക്ക് തടസ്സമുണ്ടായിരുന്നതൊക്കെ തിരിച്ചു കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. 3-ൽ വ്യാഴം നിൽക്കുന്നത് കൊണ്ട് ഈ കിട്ടുന്ന പണമൊന്നും ഇവർക്ക് ഒരു തൃപ്തിയും നൽകില്ല എന്ന കാര്യത്തിലും സംശയമൊന്നും വേണ്ട. കാരണം വ്യാഴം 3-ൽ സഞ്ചരിക്കുമ്പോൾ സാമ്പത്തികമായിട്ട് ഒരുപാട് പരുങ്ങളുണ്ടാകും. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും അവർ വിചാരിച്ച തരത്തിൽ പൂർത്തീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണമെന്നില്ല. എന്നാലും എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക സഹായം ഇവർക്ക് വന്നുകൊണ്ടിരിക്കും. പൊതുവെ ഇവരുടെ ശാരീരികമായ ഭംഗി
വർദ്ധിക്കാനൊരു സാധ്യതയുണ്ട്. കുറച്ചുകൂടി പുഷ്ടി ശരീരത്തിന് വരും. വ്യക്തിത്വം നന്നായി മുന്നോട്ട് പോകുന്നതിനാൽ ഇവർക്ക് ഇവരുടെ കർമ്മമേഖലയിൽ ശോഭിക്കാനും സാധിക്കും. ഇവരുടെ പ്രധാന വിഷയം ജന്മശനി ആരംഭിക്കുകയാണ്. 2025 മാർച്ച് 29 ശനി ജന്മത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ശാരീരികമായി ഇപ്പോൾ ഇവർക്കുണ്ടാകാവുന്ന ഇത് അടുത്ത ഒരു 10-25 ദിവസം കൂടി, അതായത് ഏകദേശം ഏപ്രിലോട് കൂടിയൊക്കെ ഇവർക്ക് വലിയ ഗുണത്തെ കൊടുക്കും. സാമ്പത്തികമായ ഗുണവുമൊക്കെ കൊടുക്കും. മാർച്ച് അവസാനത്തോടുകൂടി നല്ല സാമ്പത്തികമായ ഭദ്രത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ബന്ധങ്ങളിൽ കുറച്ചുകൂടിയൊക്കെ ആത്മാർത്ഥത വരാം. ഇവരുടെ ഏറ്റവും അടുത്ത വ്യക്തി ഇവരോട് കൂടുതൽ ചേർന്ന് നിൽക്കുകയും സഹായിക്കുകയും ചെയ്യുന്നതായിട്ടൊക്കെ കാണുന്നു. 7 നിൽക്കുന്ന കേതുവിൻ്റെ ദോഷങ്ങളൊക്കെ മാറി, അകന്നു നിൽക്കുന്ന അവസ്ഥയൊക്കെ മാറി ജീവിത പങ്കാളി അടുത്തെത്തുന്നു. പൊതുവേ ഗുണകരമായിട്ട് കാണുന്നു ഇവരുടെ കാര്യങ്ങളെല്ലാം തന്നെ. 7ര ശനിയുടെ ജന്മശനിയിലേക്കുള്ള മാറ്റമാണ് പ്രധാനമായും ഇവർ ശ്രദ്ധിക്കേണ്ടത്. മാർച്ച് മാസത്തോടെ തുടങ്ങുകയാണ്, മാർച്ച് മാസം അവസാനത്തോടുകൂടി. അതുകൊണ്ട് കാര്യങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള വിഘാതമോ കർമ്മ പ്രശ്നങ്ങളോ ഒക്കെ വരാം. മാർച്ചോടുകൂടി കൃത്യം 1.25 മാസം കഴിയുമ്പോൾ വ്യാഴം കുറച്ചുകൂടി അനുകൂലമാകും. അതുകൊണ്ട് ഈ ജന്മശനിയുടെ ദോഷങ്ങൾക്ക് കുറവുമുണ്ടാകാം. സാമ്പത്തികമായിട്ട് പരുങ്ങലുണ്ടെങ്കിലും കലാപരമായ കഴിവുകൊണ്ടോ തങ്ങൾക്കറിയാവുന്ന മേഖലകളിൽ തങ്ങളുടെ കർമ്മ മേഖലയിൽ ഒക്കെ നന്നായി ശോഭിക്കാൻ സാധിക്കുന്നതുകൊണ്ടോ സാമ്പത്തികം വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കില്ല, എന്നാൽ വലിയ ഗുണവും ഉണ്ടാക്കില്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം ശാരീരികമായി ശ്രദ്ധിക്കേണ്ടത് അലർജി അസുഖങ്ങളും അതുപോലെ തന്നെ ഈ ലോവർ അബ്ഡമിൻ ഭാഗത്തുണ്ടാകാവുന്ന ജെനിറ്റൽ ഓർഗൻസ് ഭാഗത്തോ നട്ടലിനോ ഒക്കെ ഉണ്ടാകാവുന്ന ക്ഷതങ്ങളുമാണ്. അതുകൊണ്ട് പ്രത്യേകമായി ശ്രദ്ധിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ മാർച്ച് മാസത്തെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 1, 2, 5, 6, 7 ഉച്ചവരെ, ശേഷം 12, 13, 14, 15, 16, അതുപോലെ 22, 23, 24, 25, 26 സായാഹ്നം വരെയും തിരിച്ച് 28, 29, 30 സന്ധ്യ വരെയും ഗുണകരമാണ്. ഓം ശനൈശ്വരായ നമ എന്ന മന്ത്രം ജപിക്കുക. ശനിദോഷ പരിഹാരത്തിന് ശനിയാഴ്ച ദിവസങ്ങളിൽ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലോ അതുപോലെ തന്നെ ശാസ്താവിൻ്റെ അമ്പലത്തിലോ ഒക്കെ നവഗ്രഹങ്ങളിൽ ശനീശ്വരനും ഒക്കെ പ്രത്യേകമായി പൂജ ചെയ്യുക. നീരാഞ്ജനം എണ്ണ കിഴികെട്ടി കത്തിക്കുക. അതുപോലെ തന്നെ എള്ള് കിഴികെട്ടി കത്തിക്കുക. അതുപോലെ തന്നെ കാക്കയ്ക്കിടത്തെ കൈകൊണ്ട് എച്ചിരി കൊടുക്കുക. തെരുവുനായ്ക്കൾക്ക് ആഹാരം കൊടുക്കുക. കലിയുഗത്തിൽ ജപം പരമപ്രധാനം. ഓം ശനൈശ്വരായ നമ എന്ന് ജപിക്കുക. ശനീശ്വരായ എന്നല്ല, ശനൈശ്വരായ നമ എന്ന് ജപിക്കുക. വ്യാഴദോഷ പരിഹാരത്തിനായിട്ട് ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷരി മന്ത്രം ജപിക്കുക. അതായത് വിഷ്ണു ഭഗവാന് മഞ്ഞപ്പൊട്ട് സമർപ്പിക്കുക. അതുപോലെ പാൽപ്പായസ നൈവേദ്യം, നെയ്വിളക്ക് കത്തിക്കലൊക്കെ വളരെ നല്ലതാണ് വ്യാഴദോഷ പരിഹാരത്തിന്. അടുത്തത് കേതുദോഷത്തിനായിട്ട് ശ്രീ മഹാഗണപതിയെ ഉപാസിക്കുക, കറുകമാല അർപ്പിക്കുക, തേങ്ങ ഉടയ്ക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുക. ഗണപതി ഹോമം നിർവഹിക്കുന്നതും വളരെ നല്ലത്. കറുകമാല അർപ്പിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട ഇത് നാഗദോഷമാണ്. നാഗദോഷ പരിഹാരത്തിനായിട്ടാണ് ഓം നാഗായ നമ എന്നോ ഓം അനന്തായ നമ എന്നോ ജപിക്കുക. ഏറ്റവും ലഘുവായ മന്ത്രം കൂടുതൽ ജപിക്കുന്നത് വളരെ നല്ലത്. 100 പാലും അർപ്പിക്കുക. ആയില്യം നാളിനോ പക്കനാളിനോ. എല്ലാവർക്കും മാർച്ച് മാസം നന്നായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.